ഇപ്പോൾ ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് പൊതുവെ ജനങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പം അതിനുവേണ്ടി വരുന്ന ആൾക്കാരിൽ തന്നെ കണ്ടിട്ടുള്ള മിസ്കൺസെപ്ഷൻ എന്താണ്? Being a woman, I'm saying that explicitly. Okay? Women-centric laws ആണ്. അതുകൊണ്ട് വുമൻ സെൻട്രിക് തന്നെയാണോ യൂസ് ചെയ്യുന്നത്, അതോ വുമനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? women-centric എന്ന് തന്നെ പറയണം. ഇതൊരു ബിസിനസ് ആക്കി മാറ്റുന്ന കുറച്ച് സ്ത്രീകളുണ്ട്. ആദ്യം ഒരു കല്യാണം കഴിക്കും. ഓക്കെ, കുറച്ച് ഫിൽത്തി റിച്ച് ആയിട്ടുള്ള ഒരുത്തനെ നോക്കി കല്യാണം കഴിക്കും. 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം അവൻ്റെ കൂടെ ജീവിക്കുക, അവനെ എന്തെങ്കിലും കാരണം പറഞ്ഞ് തട്ടിത്തെറിപ്പിക്കുക, പിന്നെ ഈ പറഞ്ഞ പോലെ ദ ഹോൾ റുട്ടീൻ റിപ്പീറ്റ്സ്. ഇപ്പം ജോലിക്ക് പോവാത്ത സ്ത്രീകളാണെന്നിരിക്കട്ടെ, ദേ ഡോണ്ട് ഹാവ് എ പ്രോപ്പർ ഇൻകം. അങ്ങനെയുള്ളവർ ഇതൊരു എന്താ പറയുന്ന ഒരു ഷെൽട്ടർ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു മണി ജനറേറ്റിംഗ് മെഷീൻ, അങ്ങനെയൊക്കെയാണ് ഈ സെക്കൻഡ് മാരേജിനെ കാണുന്നത്. നമ്മൾ ഫെമിനിസ്റ്റിക് അല്ലാത്തൊരു വ്യൂ പറയണു സ്ത്രീകളായിരിക്കെ എന്നുള്ള ഒരു ഇത് വരാറുണ്ട്. ഈ നിയമം മിസ്യൂസ് ചെയ്യുന്നവർ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാവുന്ന, അതായത് ഒരു 100 കേസ് എടുത്താൽ ഒരു 2 കേസ് മാത്രമേ ഉള്ളൂ. അല്ല അല്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പിള്ളേരെ ട്യൂട്ടർ ചെയ്യാൻ തുടങ്ങും. അതെ അതെ അതെ, ഒരാളുടെ സൈഡിലേക്ക് ആക്കാൻ തുടങ്ങും അല്ലേ? അപ്പൻ കൊള്ളൂല, അപ്പന് വേറെ ബന്ധമുണ്ട്, അപ്പനെ അടിക്കും, ഇപ്പം കൊച്ചു പിള്ളേരെന്നെ അടിക്കും, ഉപദ്രവിക്കും, നമ്മളെ നോക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ട്യൂട്ടർ ചെയ്യുമ്പോഴത്തേക്കും കൊച്ചു കൊച്ചുങ്ങളല്ലേ, നാച്ചുറലി അവർ ഈ കേട്ട് പഠിക്കുന്നതൊക്കെ നമ്മൾ 10 തവണ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും നമുക്കത് സത്യമായി. അപ്പനെ കോടതി വെച്ച് കണ്ടു കഴിഞ്ഞാൽ ദിൽ നോട്ട് ഈവൻ ഗിവൻ ഐ കോണ്ടാക്ട്. ആൻഡ് ദാറ്റ്സ് വെരി സാഡ്. പല പല കോടതികളിൽ എനിക്ക് പറയേണ്ടി പോലും വന്നിട്ടുണ്ട്, യുവർ ഓണർ, ഓൾ വിമൻ ആർ നോട്ട് വിർജിൻ മേരീസ് ഓർ സീതാദേവീസ്. പറഞ്ഞു പോവും നമ്മൾ. കാര്യം അങ്ങനെയാണ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ചൈൽഡ് കസ്റ്റഡി കാര്യം, ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പനെതിരെ മോള് പോക്സോ കേസ് കൊടുക്കുക പറയുന്നത് എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത, ഞാൻ അങ്ങനത്തെ കേസുകൾക്ക് പോയിട്ടുണ്ട്. അമ്മമാരുടെ ഒരു കോൺസെപ്റ്റ് എന്താ അറിയോ, ഒരു പോക്സോ കൊടുക്കുക, ഒരു ഡൊമസ്റ്റിക് വയലൻസ് കൊടുക്കുക, ഒരു 498 കൊടുക്കുക, മെയിൻ്റനൻസ് കൊടുക്കുക. ദേ ഹാവ് ദിസ് തോട്ട്, ഈ കേസുകളൊക്കെ കൂടെ അവരങ്ങോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ദേ ഹാവ് എൻ അപ്പർ ഹാൻഡ്. ഇത്രയും കേസുകൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവർ പറയുന്ന പോയിന്റിലേക്ക് ഇവരെ മുട്ടുകുത്തിക്കാം. അവരിപ്പോൾ 1 കോടി പറഞ്ഞാൽ 1 കോടി പുള്ളി തരും. അങ്ങനെ ഒരു തോട്ടുണ്ട് ആൾക്കാർക്ക്. ഹലോ എവ്രി വൺ, വെൽക്കം ടു യു ഇൻ യു മൈൻഡ്ഫുൾ. ഡിവോഴ്സ് അല്ലെങ്കിൽ വിവാഹമോചനം എന്ന് പറയുന്നത് ഒരു വിവാഹ ബന്ധത്തിൻ്റെ എൻഡ് മാത്രമല്ല, അത് നിയമപരമായിട്ടുള്ളൊരു പ്രോസസ്സ് കൂടിയാണ്. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളൊരു ധാരണയും നമുക്കുണ്ട്. അതുകൊണ്ട് നിയമപരമായി സെപ്പറേറ്റഡ് ആവാതെ സെപ്പറേറ്റായി ജീവിക്കുന്ന ആൾക്കാരും നമുക്കിടയിലുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണോ, നമ്മൾ ഈ കേൾക്കുന്നതോ അല്ലെങ്കിൽ കാണുന്നതോ ആയിട്ടുള്ളതിനെക്കാട്ടിലും എന്തെങ്കിലും കൂടുതൽ നമുക്കിതിൽ അറിയാനുണ്ടോ എന്നൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എൻ്റെ കൂടെയുള്ളത് എറണാകുളം ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് സോനം ജെറിയാണ്. ഇത് ഒരു തരത്തിലും ഡിവോഴ്സിന് അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റ് ഒന്നുമല്ല, പക്ഷേ ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് ധാരണകൾ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് അതൊന്ന് അനലൈസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പോൾ ഞാനിപ്പോൾ ഡിവോഴ്സാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നതെങ്കിലും ഡിവോഴ്സ് അല്ലാണ്ട് വേറെ എന്തൊക്കെ തരം കേസുകളാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഞാൻ മെയിനായിട്ട് മാട്രിമോണിയലാണ് ചെയ്യുന്നത്, വിച്ച് ഇസ് ഫാമിലി, ഡിവോഴ്സ്, ചൈൽഡ് കസ്റ്റഡി, മെയിൻ്റനൻസ്, ആ ആസ്പെക്ട്സ് ആണ് കവർ ചെയ്യുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ എം ഓൾസോ ഡൂയിങ് ക്രിമിനൽ മാറ്റേഴ്സ് ചെയ്യുന്നുണ്ട് ആൻഡ് പോഷ്. ഇപ്പോൾ സോനം വർക്ക് ചെയ്ത സ്പേസിലൊക്കെ വന്നിട്ടുള്ള ഡിവോഴ്സ് കേസസിൻ്റെ കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ എന്താണ്? കാരണങ്ങൾ അതിന് ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ഒന്നുമില്ല. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഓരോ ഫാമിലിനെ വെച്ച് നോക്കുമ്പോൾ ദ റീസൺസ് ക്യാൻ ഡിഫർ. ഓക്കെ, ഇപ്പോൾ ഒരു ഫാമിലിയിൽ ചിലപ്പോൾ അഡൾട്ടറി ആയിരിക്കും, പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ പരപുരുഷ ബന്ധം. ചിലയിടത്ത് കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ആയിരിക്കും, ചിലയിടത്ത് ഈഗോ ഇഷ്യൂസ് ആയിരിക്കാം, ചിലയിടത്ത് ഇൻലോസിൻ്റെ എക്സ്ട്രീം ഇൻ്റർഫറൻസ് ആയിരിക്കാം, ഇൻലോസിനെ കൊണ്ട് ഒരു രക്ഷയില്ല എന്നുള്ള കേസുകളായിരിക്കാം. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ദർ ആർ നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ്, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. അപ്പം മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്ന കുറച്ച് കാരണങ്ങൾ ഇതൊക്കെയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു കോമ്പാറ്റബിൾ അല്ല എന്ന് പറയുന്നത് ആണല്ലോ അതിൻ്റെ ഏറ്റവും മേലെ നിൽക്കുന്ന ഒരു സാധനം. അതായത് ഞാനും എൻ്റെ പാർട്ട്ണറും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, പൊരുത്തക്കേടുണ്ട് എന്നുള്ളതാണ്. അത് കോടതിയിൽ ഒരു ഗ്രൗണ്ടാണോ? കോടതിയിൽ ഡിവോഴ്സിന് ഗ്രൗണ്ട് ആവുന്ന ഏറ്റവും കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, അതായത് പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടാൻ സാധ്യതയുള്ള ഗ്രൗണ്ട് ഏതൊക്കെയാണ്? പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടാനുള്ള ഗ്രൗണ്ട് എന്ന് പറയുന്നത് ക്രൂവൽറ്റി. ഓക്കെ, ദാറ്റ് ഇസ് വൺ. പിന്നെ ഡൊമസ്റ്റിക് വയലൻസ്, പിന്നെ ഡെസേർഷൻ. ഹസ്ബൻഡോ വൈഫോ മറ്റേ സ്പൗസിനെ ടോട്ടലി നെഗ്ലക്ട് ചെയ്തിരിക്കുകയാണ്. ദേ ആർ നോട്ട് ഈവൻ, അതായത് ഉപേക്ഷിച്ച് പോണോ അതോ വീട്ടിലാണെങ്കിലും? ഇറ്റ് ക്യാൻ ബി ഇൻ ബോത്ത് ദ വേസ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചൊക്കെ പറയുകയാണെങ്കിൽ ദർ ആർ
couples who stay within the same residence as flatmates or roommates. പക്ഷെ അവർ ഇമോഷണലി എത്രയോ നാൾക്ക് മുന്നേ ഡിസ്കണക്റ്റഡ് ആയി കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ അവർ തമ്മിലൊരു മാരിറ്റൽ റിലേഷൻഷിപ്പ് ഇല്ല. മെയിനായിട്ട് അതാണ് നോക്കുന്നത്. മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടോ? ഇഫ് ഇറ്റ്സ് നോട്ട് ദെയർ, രണ്ട് സ്ട്രേഞ്ചേഴ്സ് താമസിക്കുന്നത് പോലെ താമസിക്കുന്നതിനെ നമുക്ക് മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ലോങ് ഇയേഴ്സ് ഓഫ് സെപ്പറേഷൻ, അതിനെ നമ്മുടെ കോടതിയിൽ പറയുന്നത് ഇർറിട്രീവബിൾ ബ്രേക്ക് ഡൗൺ ഓഫ് മാരേജ് എന്നാണ്. കാരണം ഇനി ഒരു റീയൂണിയൻ പോസിബിൾ അല്ല. കാരണം അത്രയും നാളുകൾ ഇവർ ഓൾറെഡി മാറി നിന്ന് കഴിഞ്ഞു. ആൻഡ് ദർ ഇസ് നോ സ്കോപ്പ് ഓഫ് റീയൂണിയൻ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ എസ്പെഷ്യലി ഈ ലോങ് ഇയേഴ്സ് ഓഫ് സെപ്പറേഷൻ, ക്രൂവൽറ്റി, ഡൊമസ്റ്റിക് വയലൻസ്, ഇതൊക്കെ കുറേ കൂടെ പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടാനുള്ള. ഇപ്പോൾ ഒരാൾ ഉപേക്ഷിച്ച് പോവാന്ന് പറയുന്നതേ, അയാൾ അവിടെ ഇല്ല എങ്കിൽ നമുക്ക് ആ ഇല്ല എന്ന് കോടതിയെ ബോധിപ്പിക്കാൻ പറ്റും. ഇപ്പം സോനം പറഞ്ഞ പോലെ അയാൾ ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്, പക്ഷെ അവർ തമ്മിലൊരു മാരിറ്റൽ റിലേഷൻഷിപ്പ് ഇല്ല എന്നുള്ളത് നമ്മൾ എങ്ങനെ കോടതിയിൽ പ്രൂവ് ചെയ്യും? അതൊക്കെ പ്രൂവ് ചെയ്യാൻ പാടാണല്ലേ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് ബോത്ത് ഓഫ് ദം വിൽ ഫയൽ ഫോർ എ മ്യൂച്വൽ കൺസെന്റ്. രണ്ടുപേർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളൊരു സ്റ്റേജ് ആയിരിക്കും കുറേയൊക്കെ കണ്ടുവരുന്നത്. അപ്പോൾ രണ്ടുപേരും മ്യൂച്വലി ഫയൽ ചെയ്യുമ്പോൾ മ്യൂച്വൽ കൺസെന്റിൽ ഡിവോഴ്സ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം ഒന്നിച്ച് പോകാൻ പറ്റുന്നില്ല, ദർ ആർ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ്. മുന്നോട്ട് ഒന്നിച്ച് പോകുന്നതിൽ ഒരു അർത്ഥമില്ല. വാട്ട് ഈസ് ദി പോയിന്റ്? നമ്മളിങ്ങനെ അൾട്ടിമേറ്റ്ലി എൻ്റെയൊക്കെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ സന്തോഷമായിട്ട് ജീവിക്കും. ഇല്ലാതെ നമ്മളിങ്ങനെ എന്നും തലതല്ലി പൊളിച്ച് അടിയുണ്ടാക്കി ബഹളം വെച്ച അങ്ങനെ ഒരു സക്സസ്ഫുൾ മാരേജ് ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ജോലി അൾട്ടിമേറ്റ്ലി എന്നെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് വീട്ടിൽ വരുമ്പോൾ സമാധാനം വേണം. ഐ വോണ്ട് സം പീസ് ഓഫ് മൈൻഡ് വെൻ ഐ കം ഹോം. അപ്പോൾ നമ്മുടെ ഒരു സെറ്റിലിംഗ് ഡൗൺ പ്ലേസ് ആണ് വീടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആൾക്കാർ രാവിലെ ലെറ്റ്സ് സേ ഫ്രം 9 to 6 ജോലി ചെയ്ത് വന്നിട്ട് വീട്ടിൽ വന്നിട്ടും കൂടെ കിടന്ന് അടിയുണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ വെരി ഡിഫിക്കൽട്ട് ഒപ്പീനിയനിൽ ടു പ്രൊട്ടക്ട് യുവർ പീസ് ഓഫ് മൈൻഡ് യു ക്യാൻ ഡിവോഴ്സ്. If you are not compatible with your spouse, there is absolutely no point in continuing. നമ്മൾ ഹാർഡ് റിയാലിറ്റി എടുത്ത് നോക്കുമ്പോൾ, ഞാനിപ്പോൾ പറയുന്ന എല്ലാം ഹാർഡ് റിയാലിറ്റി പോയിന്റ് ഓഫ് വ്യൂവിലാട്ടോ. ഹാർഡ് റിയാലിറ്റി പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് പറയുമ്പോൾ ഇതൊരു എന്താ പറയുന്ന ഒരു യുദ്ധക്കളറിയായി കഴിഞ്ഞു കോടതി എന്നൊക്കെ പറയാം. എസ്പെഷ്യലി ഫാമിലി കോർട്സ്. പിള്ളേരെ വെച്ച് വിലപേശുക, പിള്ളേരെ കൊണ്ട് ഫാദേഴ്സിനെതിരെ, എസ്പെഷ്യലി പെൺപിള്ളേരാണെങ്കിൽ ഇഫ് ഇറ്റ്സ് ദ ഡോട്ടർ, നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ ഈസ് മോർ ഓഫ് എന്താ പറയുക, ഒരു ഇമോഷൻസ് കുറേ കൂടെ കയ്യിലെടുത്തുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വൈ ഐ ഹാവ് ദിസ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇസ് ബിക്കോസ് ഐ വാസ് ബ്രോട്ട് അപ്പ് ഇൻ കുവൈറ്റ്. എൻ്റെ സ്കൂളിംഗ് ഒക്കെ കുവൈറ്റിലായിരുന്നു. മാത്രമല്ല വെൻ ഐ വാസ് ഇൻ കുവൈറ്റ് ഐ ഹാവ് ഇൻട്രാക്റ്റഡ് വിത്ത് എ ലോട്ട് ഓഫ് മൾട്ടി കൾച്ചറൽ പീപ്പിൾ. ഇവരോടൊക്കെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദറ്റ് അണ്ടർസ്റ്റാൻഡിങ്. അവരൊന്നും എല്ലാ കാര്യങ്ങളും ഇമോഷണലി അല്ല എടുക്കുന്നത്. ദേ തിങ്ക് മോർ ഓഫ് പ്രാക്ടിക്കാലിറ്റിയാണ് അവരുടെ മെയിൻ പോയിന്റ്. ചിലപ്പോൾ ഞാൻ പുറത്ത് പഠിച്ചുകൊണ്ടായിരിക്കാം എനിക്കും ആ ഒരു പ്രാക്ടിക്കൽ വ്യൂ പോയിന്റിനാണ് ഞാനും കുറച്ചും കൂടെ വെയിറ്റേജ് കൊടുക്കുന്നത്. നിയമത്തിൽ ഇമോഷൻസിന് എന്തെങ്കിലും വിലയുണ്ടോ? ഇമോഷൻസിന് വിലയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൻ ഇറ്റ് കംസ് ടു ചൈൽഡ് കസ്റ്റഡി മാറ്റേഴ്സ്, പിള്ളേരുടെ കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ കോടതി അസസ് ചെയ്യുന്നത് ഓൺ മൾട്ടിപ്പിൾ ഗ്രൗണ്ട്സ് ആണ്. ഒന്ന്, ഏത് പേരൻറ്റിന് കൊടുക്കണം എന്നുള്ളതാണല്ലോ അവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പം ലെറ്റ്സ് സേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ തമ്മിൽ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. വൈഫ് സ്വമേധയാൽ മാട്രിമോണിയൽ ഹോമിൽ നിന്ന്, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നോ അവർ ഒന്നിച്ച് മാറി താമസിക്കുന്ന വീട്ടിൽ നിന്ന്, ദാറ്റ്സ് കോൾഡ് മാട്രിമോണിയൽ ഹോം, അവിടെ നിന്ന് പുള്ളിക്കാരി ഇറങ്ങി പോയി എന്നിരിക്കട്ടെ. ഇല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഇഷ്യൂസ് കാരണം ഹസ്ബൻഡ് അടിച്ചിറക്കിയെന്ന് തന്നെ ഇരിക്കട്ടെ. നാച്ചുറലി പിള്ളേരെ കൊണ്ടായിരിക്കുമല്ലോ അമ്മമാർ പോവുക. മെജോറിറ്റി കേസിൽ അങ്ങനെയാണ് കാണുന്നത്. വളരെ റെയർ കേസസിലാണ് പിള്ളേരെ അവിടെ നിർത്തിയിട്ട് അമ്മമാർ പോകുന്നത്. അപ്പോൾ പിള്ളേരെയും കൊണ്ടുപോകുന്ന സിറ്റുവേഷനിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മദേഴ്സ് ബിക്കം ദി കസ്റ്റോഡിയൻ പേരൻറ്റ് ബൈ ഡീഫോൾട്ട്. ഇപ്പോൾ 2 പിള്ളേരുണ്ടെങ്കിൽ ഒരു കൊച്ചാണെന്ന് വെച്ചാൽ അവരെയും കൊണ്ടുപോകുമ്പോഴത്തേക്കും ബൈ ഡീഫോൾട്ട് അവർ കസ്റ്റോഡിയൻ പേരൻ്റ് ആയി. അപ്പോൾ കോടതിയിലേക്ക് വരുമ്പോൾ നാച്ചുറലി നമ്മൾ കൂടുതലും കാണുന്നത് കുട്ടികളെ കിട്ടാനുള്ള കേസ്, അതിനെ പറയുന്ന ഗാർഡിയൻ ആൻഡ് വാർഡ്സ് OP എന്നാണ്. ഇത് ഫയൽ ചെയ്യുന്നത് മെജോറിറ്റി കേസുകളിലും ഫാദേഴ്സാണ്. ഓക്കെ, ഫാദേഴ്സിനെ ഫയൽ ചെയ്യുമ്പോൾ കാരണം അമ്മമാരിങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിള്ളേരായിട്ട് പിന്നെ യാതൊരു കണക്ഷനും അപ്പനില്ല. അബ്സല്യൂട്ട്ലി നോ കണക്ഷൻ.
ലെറ്റ്സ് അസ്യൂം ദ ചൈൽഡ് ഇസ് ഓൺലി 3 or 4 years. ഒരു 5 കൊല്ലം അല്ലെങ്കിൽ ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ GOP ഈ ഗാർഡിയൻ ആൻഡ് വാട്സിൻ്റെ കേസൊക്കെ കോടതിയിൽ വരുന്നത് എന്ന് തന്നെ ഇരിക്കട്ടെ. ഒരു 2 കൊല്ലം പിള്ളേർ കാണാതെ അപ്പനെ കാണാതെ ഇരിക്കുമ്പോഴത്തേക്കും പിള്ളേരങ്ങ് മറന്നു പോവില്ലേ? ദേ കം ടു എ സിറ്റുവേഷൻ വെയർ ദേ കാൺട്ട് ഈവൻ ഐഡൻറ്റിഫൈ ഓർ റെക്കഗ്നൈസ് ദെയർ ഓൺ ബയോളജിക്കൽ ഫാദർ ആൻഡ് ദാറ്റ് വെരി സാഡ്. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട് പല ഫാമിലി കോർട്ടിലും പേരൻസ് തമ്മിലടിച്ച് പിള്ളേരെ വെച്ച് വില വീശുക. ഇത് കൂടുതലും ലൂസിങ് സൈഡിൽ ഞാൻ കാണുന്നത് ഫാദേഴ്സിനെയാണ്. ഓക്കെ, ചില കേസുകളിൽ അമ്മമാരുടെ കൂടെ പോകുന്ന പിള്ളേർ ഡ്യൂ ടു എക്സ് നമ്പർ ഓഫ് റീസൺസ് അമ്മമാർ കൊണ്ടുപോകുന്നതെന്നിരിക്കട്ടെ, ഇവർ തമ്മിലുള്ള പല കോൺഫ്ലിക്റ്റ് കാരണം നാച്ചുറലി ദിസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇസ് ഗോയിങ് ത്രൂ എൻ ഇമോഷണൽ ടെർമോയിൽ. ഓഫ് കോഴ്സ്. ദാറ്റ് ഇസ് അൺഡിസ്പ്യൂട്ടഡ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പിള്ളേരെ ട്യൂട്ടർ ചെയ്യാൻ തുടങ്ങും. അതെ അതെ അതെ, ഒരാളുടെ സൈഡിലേക്ക് ആ. ആക്കാൻ തുടങ്ങും അല്ലേ? അപ്പൻ കൊള്ളൂല, ആ. അപ്പന് വേറെ ബന്ധമുണ്ട്, അപ്പനെ അടിക്കും, ഇപ്പം കൊച്ചു പിള്ളേരെ അടിക്കും, ഉപദ്രവിക്കും, നമ്മളെ നോക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ട്യൂട്ടർ ചെയ്യുമ്പോഴത്തേക്കും കൊച്ചു കൊച്ചുങ്ങളല്ലേ നാച്ചുറലി അവർ ഈ കേട്ട് പഠിക്കുന്ന നമ്മൾ 10 തവണ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും നമുക്കത് സത്യമായി. ഈവൻ ഇഫ് ഇറ്റ്സ് നോട്ട് ദ ട്രൂത്ത്, നമുക്കും നമ്മുടെ മനസ്സിൽ അതങ്ങ് കയറും. പിള്ളേരെ അതങ്ങ് പഠിപ്പിച്ചങ്ങ് കൊണ്ടുവരും. ഓക്കെ, ഐ ഹാവ് ഹാഡ് സിമിലർ കേസസ് ലൈക്ക് എൻ നമ്പർ ഓഫ് കേസസ്. പിള്ളേരെ അമ്മമാർ ട്യൂട്ടർ ചെയ്ത് കൊണ്ടുവരും. അപ്പനെ കോടതി വെച്ച് കണ്ടു കഴിഞ്ഞാൽ ദിൽ നോട്ട് ഈവൻ ഗിവൻ ഐ കോണ്ടാക്ട്. ആൻഡ് ദാറ്റ്സ് വെരി സാഡ്. യൂഷ്വലി മക്കൾക്ക് വേണ്ടി കുറച്ചും കൂടെ ഫൈറ്റ് ചെയ്യുന്ന അമ്മമാരാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. കാര്യം ഇത് ഞാനിത് ഡെയിലി കാണുന്ന ഒരു ബാറ്റിലായതുകൊണ്ട് ബാറ്റിൽ എന്ന് തന്നെ പറയണം, ഒരു യുദ്ധം ജസ്റ്റ് ആയതുകൊണ്ട് ഒരു വാശി എന്നുള്ളതാണോ ഉണ്ടാവുക? അങ്ങനെയുമുണ്ട്. ഓക്കെ. അങ്ങനെയുമുണ്ട്. ശരിക്കും ഇമോഷണൽ അല്ലെങ്കിൽ മക്കളെ കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ജെനുവിനായിട്ട് കേസ് നടത്തുന്ന പേരൻസും ഉണ്ട്. ഇപ്പം കൂടുതലും നമ്മളിപ്പം റിയാലിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ കൂടുതലും ഒരു 80 to 90% അമ്മമാരുടെ കൂടെയാണ് പിള്ളേർ. അതെ, അതൊരു അൺഡിസ്പ്യൂട്ടഡ് ഫാക്റ്റാണ്. യെസ്. നമ്മൾ കണ്ടു വരുന്നത് അമ്മമാരുടെ കൂടെയാണ്. പക്ഷെ അമ്മയ്ക്ക് തന്നെ കൊടുക്കണം എന്നൊരു നിയമമൊന്നും പറയുന്നില്ല. ഒരു ഇൻ്റലിജൻറ്റ് പ്രിഫറൻസ് കുട്ടിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പ്രായമാണെങ്കിൽ ദാറ്റ് ഈസ് ബിറ്റ്വീൻ ഒരു 9 to 10, 9 years പ്ലസ് അല്ലെങ്കിൽ 10 years പ്ലസ് എന്ന് പറയാം. അപ്പോഴത്തേക്കും കുട്ടികൾക്ക് അത്യാവശ്യം ഒരു ബോധവും വിവരമൊക്കെ ആവുന്ന ഒരു ടൈം പീരീഡാണ്. അങ്ങനെ വരുമ്പോൾ പിള്ളേരുടെ ഒപ്പീനിയനും കൂടെ കോടതി ചോദിക്കും. ഓക്കെ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ ലോസ് ഒക്കെ പറയുകയാണെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി വിമൻ സെൻട്രിക് ലോസ്. യെസ് യെസ്. മൈസെൽഫ് ബീങ് എ വുമൺ ഐ എം സേയിങ് ദാറ്റ് എക്സ്പ്ലിസിറ്റ്ലി. ഓക്കെ, വിമൻ സെൻട്രിക് ലോസ് ആണ്. അതുകൊണ്ട് വുമൻ സെൻട്രിക് തന്നെയാണോ യൂസ് ചെയ്യുന്നത്, അതോ വുമനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? വിമൻ സെൻട്രിക് എന്ന് തന്നെ പറയണം. ഓക്കെ. കാര്യം ഇപ്പം നമ്മുടെ റീസെൻ്റ് ആയിട്ട് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നൊരു മാറ്ററാണ്, കാലിക്കട്ടാന്ന് തോന്നുന്നു, നമ്മുടെ ദീപക്കിൻ്റെ ഒരു മരണം ബസ്സിലൊരു മാറ്റർ കേട്ടില്ലേ? അതിൽ ആക്ച്വലി എന്താ അവിടെ സംഭവിച്ചത്? പുള്ളിക്കാരിക്ക് ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതായിട്ടാണ് എനി കോമൺ മാന് മനസ്സിലായേക്കുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ് മനസ്സിലായത്. അവസാനം എന്ത് സംഭവിച്ചു? എങ്ങനെയാണ് ഇത് മീഡിയയിൽ പ്രസൻ്റ് ആയത് ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് അല്ലേ? യെസ് യെസ്. ദീപകിനെ അങ്ങ് പബ്ലിഷ് ചെയ്തു, ഫേസും ഫോട്ടോ ഉൾപ്പെടെ പബ്ലിഷ് ചെയ്തു. പുള്ളിക്കാരിയെ അങ്ങ് സെൻസർ ചെയ്തു. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ദ റൈറ്റ് വേ. ക്രൈം ഇസ് നോട്ട് ജെൻഡർ സ്പെസിഫിക്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ക്രൈം ചെയ്യാം. പെണ്ണുങ്ങൾ ചെയ്യുന്ന കൊലപാതകം ഇല്ലേ? പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ കേട്ടൊരു കേസാണ്, ജനീസ് സെൻസേഷണൽ ആയൊരു മാറ്ററാണെന്ന് തോന്നുന്നു. കാലിക്കറ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശരണ്യയുടെ ഒരു മാറ്റർ. ഭർത്താവ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയാണ്. കാമുകനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു മോളും ഉണ്ട്. ആർക്ക്? ഹസ്ബൻഡ് ആൻഡ് വൈഫിനൊരു പൊടിക്കൊച്ചും ഉണ്ട്. ഭർത്താവ് വീട്ടിൽ ജോലി കഴിഞ്ഞ് വന്ന് ഉറങ്ങിക്കിടക്കുമ്പോൾ കാമുകനെ വിളിച്ച് വീട്ടിൽ കയറ്റി അങ്ങേരുടെ തലക്കടിച്ച് കൊന്നിട്ട് അത് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി കുഞ്ഞത് കണ്ടു. അപ്പോൾ ആ തെളിവും കൂടെ അവർക്കങ്ങ് ഇല്ലാതാക്കണമായിരുന്നു. ഈ കൊച്ചിനെ എടുത്ത് കിണറ്റിലിട്ടു അമ്മയുടെ പെർമിഷനോടെ. ആൻഡ് ദാറ്റ് ഈസ് വെരി ഷോക്കിംഗ്. ഒരമ്മയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചിന്തിക്കാൻ പറ്റും. എനിക്കത് കേട്ടിട്ട് ഞാൻ കുറേ നേരം മരവിച്ചിരുന്നു പോയി എന്നുള്ളതാണ്. നമ്മൾ ഇങ്ങനത്തെ കേസുകൾ ഇപ്പം വരുമല്ലോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട് ആൾക്കാരെ. അവർ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് അവർ അത്രയും കാലം ഉണ്ടാക്കിയ എല്ലാ അസറ്റും വൈഫിന് കൊടുക്കേണ്ടി വന്ന, കുഞ്ഞിനെയും കൊടുക്കേണ്ടി വന്ന ഒക്കെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. കുഞ്ഞിനെ ഈ പറഞ്ഞതുപോലെ കാണുമ്പോൾ കുഞ്ഞിനെ മനസ്സിലാവാത്ത തരത്തിൽ അത്രയും നീണ്ട ഗ്യാപ്പ് എടുക്കുന്ന.
ഇത് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം സ്ത്രീകൾക്ക് സപ്പോർട്ട് ആവശ്യമുണ്ട് സമൂഹത്തിൽ. അങ്ങനെയുള്ളൊരു ജെൻഡറാണ് നമ്മൾ. വി ആർ ജസ്റ്റ് നമ്മൾ എംപവർ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പം സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ഡിവോഴ്സിൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 5 വർഷം മുന്നേ വരെ സ്ത്രീക്ക് പ്രത്യേകിച്ച് ഇൻകം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇഫ് ഷീസ് മാരിഡ് ഫോർ 10-12 ഇയേഴ്സ് പ്രോബബ്ലി കുട്ടിയൊക്കെ ഉണ്ടായപ്പോഴേക്കും ജോലി ഉപേക്ഷിച്ച് അവർ കുട്ടിയെ നോക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഇന്നത്തെ അവസ്ഥ വ്യത്യാസം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് എപ്പോഴും ഒരു ധാരണ വരാറുണ്ട്, നമ്മൾ ഫെമിനിസ്റ്റിക് അല്ലാത്തൊരു വ്യൂ പറയണു സ്ത്രീകളായിരിക്കെ എന്നുള്ള ഒരു ഇത് വരാറുണ്ട്. അല്ലെങ്കിൽ ഇത് വളരെ ചെറിയ ഒരു ശതമാനം മാത്രമാണ് ഇങ്ങനെ ഈ ഒരു നിയമത്തെ മിസ്യൂസ് ചെയ്യുന്നതുള്ളത്. ബാക്കി ആൾക്കാർക്ക് ഇപ്പോഴും ആ നിയമം, ഇപ്പോൾ നമ്മൾ റിസർവേഷനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ അത് ആവശ്യം തന്നെയാണ്. പക്ഷേ ദർ ആർ പീപ്പിൾ ഹു ആർ മിസ്യൂസിങ് ഇറ്റ് എന്നുള്ള പോയിന്റിൽ. അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യാൻ മാത്രം കുറവാണോ ആ പെർസെൻറ്റേജ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതായത് ഈ നിയമം മിസ്യൂസ് ചെയ്യുന്നവർ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാവുന്ന, അതായത് ഒരു 100 കേസ് എടുത്താൽ ഒരു 2 കേസ് മാത്രമേ ഉള്ളൂ. അല്ല. ദാറ്റ് ഈസ് ദി ഹാർഡ് റിയാലിറ്റി ആൻഡ് ദാറ്റ്സ് വെരി സാഡ് ഓൾസോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് ഈ ഡിവോഴ്സ് അല്ലെങ്കിൽ കേസിന് പോവുക, ഭർത്താവിനെതിരെ കേസിന് പോവുക എന്നൊക്കെ പറഞ്ഞ പണ്ടത്തെ സമയത്ത് ഒരു ടാബു ആയിരുന്നു. ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഒരു ടാബു ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ടോട്ടലി അതങ്ങ് വൈപ്പ് ഔട്ട് ആയിട്ടൊന്നും ഇല്ല. ഡിവോഴ്സ് എന്ന് പറയുമ്പോഴേ അത് കൂടുതൽ എപ്പോഴും എഫക്ട് ചെയ്യുന്ന സ്ത്രീകളെ ആണോ, ആസ് ഇൻ മുന്നോട്ട് പിന്നെയുള്ള ഒരു ജീവിതത്തിന് ആണ്? ഇപ്പം ഒരു ഡിവോഴ്സ്ഡ് ആയ ഒരു ആണും ഡിവോഴ്സ്ഡ് ആയ ഒരു പെണ്ണും നിൽക്കുന്ന സമയത്ത് കൂടുതൽ സഫർ ചെയ്യേണ്ടി വരുന്നത് പെണ്ണാണോ? ഈ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ആ ഒരു നാണക്കേട്, മാനക്കേട്, കാരണം അത് ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കും. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ സിറ്റി, ഇപ്പോൾ എറണാകുളം, കാലിക്കറ്റ്, ട്രിവാൻഡ്രം ഒക്കെ പോലത്തെ സ്ഥലത്ത് ഫാമിലി കോർട്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഐ വിൽ ടെൽ യു, യു വിൽ സി ഹാഫ് ദ പോപ്പുലേഷൻ ദെയർ. ഫാമിലി കോർട്ടിലേക്കൊക്കെ നമുക്ക് വക്കീലന്മാർക്ക് പോലും കയറി നിൽക്കാൻ സ്ഥലമില്ലാത്തൊരു സിറ്റുവേഷനാണ്, എസ്പെഷ്യലി ഓൺ സാറ്റർഡേസ്. കാരണം ശനിയാഴ്ച ആയിരിക്കും പിള്ളേർക്ക് ക്ലാസ് ഇല്ലാതെ, പിള്ളേരുടെ പ്രൊഡക്ഷൻ ഓഫ് ചൈൽഡ്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ സാറ്റർഡേ ആയിരിക്കുമല്ലോ അവർക്ക് ഒഴിവ്. സാറ്റർഡേസ് അതിനകത്തൊരു സൂചി കുത്താനുള്ള സ്ഥലമില്ല, വക്കീലന്മാർക്ക് പോലും അതിനകത്ത് കയറി നിൽക്കാനുള്ള സ്ഥലം. ദാറ്റ് പാക്ട് ഇറ്റ് ഇസ്. പകുതി പോപ്പുലേഷൻ അവിടെ ഉണ്ട്. ഡിഫിക്കൽട്ടി രണ്ടുപേർക്കും സിമിലർ ആണെന്നാണ് പറയുന്നത്. സൊസൈറ്റിയിലുള്ള ഡിഫിക്കൽട്ടീസ്, ഈ ഇമോഷണലി ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, പിന്നെ ആൾക്കാരുടെ നോട്ടം, ആൾക്കാരുടെ സിമ്പത്തൈസിങ്, ഇതൊക്കെ രണ്ടുപേർക്കും ഈക്വലായിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത്, അതായത് ആ ഒരു പെർസെൻറ്റേജ് കൂടുതലാണെന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ സോന? ഒരു ജെനുവിൻലി എഗ്രീവ്ഡ് വിമൻ ഉണ്ട്. ഓക്കെ, അതിലെനിക്ക് യാതൊരു തർക്കമില്ല. ശരിക്കും നീതി അന്വേഷിച്ച് തേടി വരുന്ന പെണ്ണുങ്ങളുണ്ട്, ശരിക്കും ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോയ സ്ത്രീകളുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഓർ ഇച്ചിരിയും കൂടെ മുകളിലോട്ടുള്ള അളവിൽ നോക്കുകയാണെങ്കിൽ ഇത് സ്ത്രീകൾ മിസ്യൂസ് ചെയ്യുന്നത് തന്നെ. ഇപ്പോൾ നമ്മളെല്ലാ സമയത്തും അഡ്വക്കേറ്റ്സിനെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ച് എന്താ പറയുക, ഗ്രേ സൈഡിലോ അല്ലെങ്കിൽ ബ്ലാക്ക് സൈഡിലോ, അതായത് നമ്മളൊരു കേസിന് വേണ്ടി വന്നാൽ, ഏതൊരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ, പട്ടിക്കും വീട്ടിലുള്ള പട്ടി, പൂച്ച എല്ലാവർക്കും എതിരെ കേസ് ഫയൽ ചെയ്യും. ഇപ്പം കക്ഷി അമ്മണിപ്പിള്ളയിൽ പറയുന്നുണ്ട് സെക്ഷലി കമ്പാറ്റബിൾ അല്ല എന്നുള്ള റീസൺ ആണ് കൊടുക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതെ, ഒരു സ്ത്രീ അങ്ങനെ അല്ലെങ്കിൽ ഒരു പുരുഷൻ അങ്ങനെ പറയുകയാണെങ്കിൽ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത, എന്നാൽ അതൊരു വലിയ ഗ്രൗണ്ടാണ് താനും. അപ്പം ഇങ്ങനത്തെയൊക്കെ ഉപദേശങ്ങൾ കൂടുതൽ അഡ്വക്കേറ്റ്സ് കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണല്ലോ ഒരു പൊതുധാരണയുള്ളത്. അതായത് നിങ്ങൾ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഫയൽ ചെയ്തോളൂ, ദെൻ ഇറ്റ്സ് ഈസി. അല്ലെങ്കിൽ യു സേ ദിസ്, ദെൻ ഇറ്റ്സ് ഈസി. ജസ്റ്റ് സേ ദറ്റ് ഹീസ് ഹാവിങ് സം മെഡിസിൻസ്, ദെൻ ഇറ്റ്സ് ഈസി. അങ്ങനെ. അപ്പോൾ ശരിക്കും അങ്ങനെ നടക്കാറുണ്ടോ? ഞാൻ കൂടുതലും ചെയ്യുന്നത് ആണുങ്ങളുടെ കേസാണ്. ഓക്കെ, മൈസെൽഫ് ബീയിങ് എ ഫീമെയിൽ ലോയർ, ഫീമെയിൽ അഡ്വക്കേറ്റ് ആയിട്ട് പോലും ഞാൻ കൂടുതലും ചെയ്യുന്നത് ഹസ്ബൻഡ്സിന് അല്ലെങ്കിൽ ഫാദേഴ്സിൻ്റെ കേസാണ്. ഓക്കെ, ഇതുവരെ ചെയ്തു വന്ന കേസുകളിൽ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഉള്ളതുപോലെ പറയുക, എല്ലാവരും നല്ല കേട്ടോ, ഐ എം നോട്ട് ടെല്ലിങ് എ ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. കുറച്ചും കൂടെ നമ്മൾ കാണുന്നത് ഉള്ള പോലെ പറയുന്നത് ഞാൻ കണ്ടേക്കുന്നത് ആണുങ്ങളാണ്. ജെനുവിൻ അഗ്രീവ്ഡ് വിമൻ ഉണ്ട്, നോ ഡിസ്പ്യൂട്ട് ഓൺ ദാറ്റ്. പക്ഷെ എന്നാൽ പോലും ഇതൊരു ബിസിനസ്സാക്കി മാറ്റുന്ന കുറച്ച് സ്ത്രീകളുണ്ട്. ആദ്യം ഒരു കല്യാണം കഴിക്കും, ഓക്കെ, കുറച്ച് ഫിൽത്തി റിച്ച് ആയിട്ടുള്ള ഒരുത്തനെ നോക്കി കല്യാണം കഴിക്കും. 6 മാസം കൊണ്ട് പുള്ളി അങ്ങ് കളയും. പിള്ളേരില്ലെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ് സത്യം പറഞ്ഞാൽ. പിള്ളേർ വരുമ്പോഴാണ് ഇത് കുറേ കൂടെ ലോങ് പ്രോസസ്സ് ആവുന്നത്. പിള്ളേരില്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു പൈസ ഉള്ള വീട്ടിൽ നിന്ന് ഒരാളെ നോക്കി കല്യാണം കഴിച്ച് അത് കഴിഞ്ഞ് അവരുടെ എന്തെങ്കിലും ഇൻറ്റൻഷ്യലി അങ്ങ് ഇഷ്യൂസ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇൻറ്റൻഷ്യലി ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് അവരായിട്ട് എന്തെങ്കിലും പറഞ്ഞ് പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക. പുള്ളിക്കെതിരെ കുറച്ച് ഡൊമസ്റ്റിക് വയലൻസും
498, അത് ഡൗറി ഹറാസ്മെന്റ് എന്നാണ് പറയുന്നത്. അതും കൊടുത്ത് പിന്നെന്താ മെയിൻ്റനൻസും ഫയൽ ചെയ്ത് പിന്നെ ഡിവോഴ്സും അങ്ങ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടസ്റ്റഡ് ആണെങ്കിൽ ടേക്ക് ഇയേഴ്സ്. സുപ്രീം കോർട്ട് വരെ പോയ ഫാമിലി മാറ്റേഴ്സ് ഉണ്ട്. ഓക്കെ. ഓക്കെ. ഇനി അത് കഴിഞ്ഞ് ആ പുള്ളിയായിട്ടുള്ള യുദ്ധം എല്ലാം ഒരു 10-15 കൊല്ലം എടുത്ത് തീർത്തു എന്ന് ഇരിക്കട്ടെ, ഇവർക്ക് ആ ഒരു പാഠം കിട്ടിയെന്ന് പോരാന്ന് എനിക്ക് പലരുടെയും സൈഡിൽ നിന്ന് തോന്നിയിട്ടുണ്ട്. ദേ വോണ്ട് ടു റീമാരി. രണ്ടാമത് കല്യാണം കഴിച്ചു, ആ പുള്ളിയുടെ അടുത്ത് ഇത് തന്നെ 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം അവൻ്റെ കൂടെ ജീവിക്കുക, അവനെ എന്തെങ്കിലും കാരണം പറഞ്ഞ് തട്ടിത്തെറിപ്പിക്കുക, പിന്നെ ഈ പറഞ്ഞ പോലെ ദ ഹോൾ റുട്ടീൻ റിപ്പീറ്റ്സ്. അപ്പോൾ റീമാരേജ് ആകുമ്പോൾ നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് രണ്ടാമത്തെ കല്യാണം ആകുമ്പോൾ ആരും അങ്ങനെ ഡൗറി വാങ്ങിച്ച് കല്യാണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇല്ലാത്ത ഡൗറി ഡിമാൻഡ്സായി സെക്കൻഡ് മാരേജിൽ. ഫസ്റ്റ് മാരേജിൽ ശരിയാണ്, നമ്മൾ ആൾക്കാരുടെ സൗന്ദര്യവും പഠിത്തവും ജോലിയും വീട്ടിലെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ നോക്കി തന്നെയാണ് ആദ്യത്തെ കല്യാണം. കാരണം എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് ആദ്യത്തെ കല്യാണം നമ്മൾ കുറച്ചും കൂടെ ആഗ്രഹിച്ച് കല്യാണം കഴിക്കുന്നതാണ്. രണ്ടാമത്തെ കല്യാണം മൂന്നാമത്തെ കല്യാണം ഒന്നും അങ്ങനെ വലിയ ആഗ്രഹമൊന്നും കാണത്തില്ല. ഓക്കെ. രണ്ടാമത്തെ കല്യാണമൊക്കെ ഇപ്പം ഞാൻ പല സ്ത്രീകളെയും നോക്കുകയാണെങ്കിൽ ഇപ്പം ജോലിക്ക് പോവാത്ത സ്ത്രീകളാണെന്നിരിക്കട്ടെ, ദേ ഡോണ്ട് ഹാവ് എ പ്രോപ്പർ ഇൻകം. അങ്ങനെയുള്ളവർ ഇതൊരു എന്താ പറയുന്ന ഒരു ഷെൽട്ടർ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു മണി ജനറേറ്റിംഗ് മെഷീൻ അങ്ങനെയൊക്കെയാണ് ഈ സെക്കൻഡ് മാരേജിനെ കാണുന്നത്. പൈസ ഉള്ള ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ കേട്ടോ. അല്ല, സെക്കൻഡ് മാരേജ് ചെയ്ത് വളരെ പീസ്ഫുള്ളി സന്തോഷമായിട്ട് ജീവിക്കുന്ന കപ്പിൾസും ഉണ്ട്. അതൊന്നും പറഞ്ഞേ ഇപ്പം ദൈവം വിധിക്കുമല്ലോ ഇന്ന ആൾക്ക് ഇന്ന ആളെന്ന്. അങ്ങനെ അവരൊന്നിച്ച് ജീവിച്ച് തുടങ്ങുമ്പോഴേ അറിയുള്ളൂ കോമ്പാറ്റബിൾ ആണോ എന്ന്. അവർ തമ്മിലുള്ള ജെനുവിൻ ഇഷ്യൂസിന് അമിക്കബിളി കൈ കൊടുത്ത് പിരിയുന്നതിൽ ദർ ഇസ് നോ പ്രോബ്ലം. കോടതിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ നമ്മൾ റെക്കോർഡിക്കലാവും. അതെ അതെ, ഇതെല്ലാം അതിൻ്റെ മെയിൻ അൺറൂലി കോസ് എന്ന് പറയുന്നത് അത് തന്നെയാണ് കേട്ടോ. ഈഗോ ഇഷ്യൂസ്. എനിക്ക് ഇത്ര നാളാവും പണി തന്നതല്ല, എന്നാൽ പിന്നെ ഞാൻ തിരിച്ചൊരു പണി കൊടുത്തേക്കാം. പിന്നെ പെണ്ണുങ്ങൾക്ക് പൊതുവേ ഒരു ധാരണ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറേ കേസുകൾ അങ്ങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ദേ ഹാവ് എൻ അപ്പർ ഹാൻഡ്. അങ്ങനൊരു വിചാരം പലരുടെയും ഇടയിൽ ഞാൻ അത് കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും അല്ല. പക്ഷേ എപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനും എല്ലാ സമയത്തും വിചാരിക്കാറുണ്ട് ഇത് വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആണെങ്കിൽ വി ക്യാൻ ആക്ച്വലി നെഗ്ലെക്റ്റ്. പക്ഷേ അങ്ങനെയല്ല എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് അല്ല. ഇതും സംസാരിക്കണം. സി, ഇക്വാലിറ്റി ഇസ് നോട്ട് എബൌട്ട് ഒരു റോൾ റിവേഴ്സൽ അല്ലല്ലോ. അല്ല, ഞാൻ നാളെ തൊട്ട് പുരുഷനെ പോലെ ബിഹേവ് ചെയ്യാം എന്നുള്ളതല്ലല്ലോ ഫെമിനിസം എന്നുള്ള കോൺസെപ്റ്റിന്റെ ഒരു ഫെമിനിസം ബേസിക്കലി എന്താണ്? വി വോണ്ട് ഈക്വൽ റൈറ്റ്സ് ദാറ്റ് ഈസ് ബീങ് ഗിവൻ ടു മെൻ. ഈക്വൽ സെറിബ്രൽ എക്സാക്ട്ലി. അല്ലാതെ ആണുങ്ങളെ ബൈപ്പാസ് ചെയ്യുക എന്നുള്ളതാണോ ഫെമിനിസം? എനിക്ക് തോന്നുന്നില്ല. ജെൻഡർ ഹാസ് ടു ബി ഗിവൻ ഈക്വൽ പ്രയോറിറ്റി. ഓരോ ജെൻഡറിനും അവരവരുടേതായിട്ടുള്ള സ്ട്രെങ്ത്തും അവരവരുടേതായിട്ടുള്ള വീക്ക്നെസ്സും ഉണ്ട്. ഇതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോവാന്നുള്ളതിലാണ് കാര്യം. അതെ. ഇപ്പം ചില ആണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ നല്ല വെൽ ബിൽറ്റ് ആയിരിക്കും, 6 അടി പൊക്കം, അതിനൊത്ത ശരീരം, പക്ഷെ അവർ ഇമോഷണലി ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആണ്. അല്ലെങ്കിൽ പിള്ളേരെ പോലെ ഇമോഷണൽ സ്ട്രെങ്ത് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പെണ്ണുങ്ങൾക്കാണ്, സ്ത്രീകൾക്കാണ്. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ അവരുടെ വെൽ ബിൽറ്റ് നേച്ചറൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഓ ദേ വെരി സ്ട്രോങ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. എസ്പെഷ്യലി പിള്ളേരെ വെച്ച് ഇപ്പൊ അറ്റ്ലീസ്റ്റ് പുരുഷന്മാർ തിരിച്ചറിയാൻ അത് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇമോഷണലി വീക്ക് അങ്ങനെ ഒരു കൾച്ചർ അല്ലെങ്കിൽ അങ്ങനെ ഒരു നോംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പേട്രിയാർക്കി സൊസൈറ്റി. നീ ഒരാണാണ്, നിന്റെ ഉത്തരവാദിത്വമാണ് വീട്ടിലെല്ലാ കാര്യങ്ങളും നടത്തുക. പെങ്ങന്മാരെ കെട്ടിക്കുക, അപ്പനെ അമ്മയെ നോക്കുക, ഭാര്യയെ നോക്കുക, പിള്ളേരുണ്ടായ അവരെ നോക്കുക, വീട് നോക്കുക, കരയരുത്, നീ ഇമോഷണലി സ്ട്രോങ്. അതൊരു പേട്രിയാർക്കി സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നോബഡി ഈസ് ആക്ച്വലി ആസ്കിങ് മെൻ ടു ടേക്ക് അപ്പ് ഓൾ ദീസ് ബേർഡൻസ്. ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? അത് നമുക്ക് സ്ത്രീകൾക്ക് ഒരു നാച്ചുറലി വരുന്നതാണല്ലോ. കുട്ടികൾ ഉണ്ടായാൽ നമ്മൾ അസ്യൂം ചെയ്യും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് കുട്ടികളെ നോക്കുക. അതായത് ഒരു കുട്ടി ഇരുന്ന് നമ്മൾ ട്രെയിൻഡ് ആണ്. അതാണ് പ്രശ്നം. നമ്മുടെ മുന്നേയുള്ള ജനറേഷൻസ് അതെ നമ്മളെ അങ്ങനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോലും അതങ്ങനെ അങ്ങനെ കിടക്കുകയാണ്, അടിയുറച്ച് അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ ഈ കോൺവെർസേഷൻ ഉണ്ടാക്കുമ്പോൾ നെവർ ടേക്ക് ഇറ്റ് ആസ് ഒരു ആന്റി ഫെമിനിസ്റ്റിക് വ്യൂ ആയിട്ടല്ല, അങ്ങനെയൊന്നുമല്ല. ഇതിനെ എടുക്കേണ്ടത് ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് കൂടെ ഉണ്ട്. സോ ജസ്റ്റ് കൺസിഡർ ഇറ്റ്. എന്താ പറയാ, ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവും. സ്ത്രീകളുടെ കേസ് ഞാൻ ചെയ്യുന്നുണ്ട്. ദ ഓൺലി തിങ് ഇസ് ദാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് കൂടുതലും ഞാൻ പറയണത് നിയമങ്ങൾ സ്ത്രീകളെ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് തന്നെ ഭയങ്കര ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അതൊരു അൺഡിസ്പ്യൂട്ടഡ് ഫാക്ട്. എനിക്ക് അതിൽ ഒരു ഒബ്ജക്ഷനും ഇല്ല. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കും
ദ റിയാലിറ്റി ഈസ് ബിക്കമിങ് എ ലിറ്റിൽ ഡിഫറെൻറ്റ്. യെസ് ഐ ഗെറ്റ് ഇറ്റ്. ഓക്കെ, എല്ലാവരും വെർജിൻ മേരിയും സീതാദേവി അല്ല. അല്ല, അല്ലാതെ തന്നെ പറയണം, ബ്ലണ്ടായിട്ട് പറയേണ്ടി വരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. എനിക്ക് പല കോടതികളിൽ എനിക്ക് പറയേണ്ടി പോലും വന്നിട്ടുണ്ട്, യുവർ ഓണർ, ഓൾ വിമൻ ആർ നോട്ട് വിർജിൻ മേരീസ് ഓർ സീതാദേവീസ്. പറഞ്ഞു പോകും നമ്മൾ. കാര്യം അങ്ങനെയാണ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ചൈൽഡ് കസ്റ്റഡി കാര്യം, 10 AM to 3 PM കോടതി പരിസരത്ത് ഇൻട്രാക്ഷൻ വാങ്ങിച്ചു കൊടുത്തതാണ് ഫാദറിന് ഞാൻ. ഒരു ദിവസം പോലും എഫക്റ്റീവ്ലി അത് നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, എൻ്റെ പേരിൽ ക്രിമിനൽ കേസും വന്നു. ഓപ്പോസിറ്റ് കൗൺസിലിനെ ഈ പറഞ്ഞ കേസുകളിൽ ഇംപ്ലിക്കേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുക. കസ്റ്റഡി ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ വക്കീൽ പോകേണ്ട ആവശ്യമില്ല ബേസിക്കലി. പക്ഷേ കക്ഷി ചെന്നിട്ട് അതവിടെ നടക്കാതാവുമ്പോൾ നാച്ചുറലി അവർ അടുത്തത് ഉടനെ അവരുടെ മൈൻഡിൽ വരുന്നത് വക്കീലിനെ വിളിക്കാമെന്ന് തന്നെയാണ്. ഞാനപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ ചെന്നതാണ്, അല്ലാതെ അവിടെ അത് ക്രിമിനൽ കേസായി. അവിടെ അപ്പോഴത്തേക്കും കൊച്ചിനെ അങ്ങോട്ട് വലിക്കുന്നു, ഇങ്ങോട്ട് വിളിക്കുന്നു. ഇറ്റ് വാസ് സച്ച് എ മെസ് ദെയർ, യുനോ. ആലോചിച്ച് നോക്കണം, കോടതിയുടെ പരിസരത്ത് വെച്ച് അത്രയും ഒരു മെസ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ധൈര്യം ഈ വൈഫിൻ്റെ സൈഡിൽ അവർക്ക് വന്നു എന്നുള്ളതാണ്. എനിക്ക് നിയമപരമായിട്ട് യാതൊരു നോളജ് ഇല്ലെങ്കിലും ഞാൻ ചെയ്തിരിക്കുന്ന സിനിമകളിൽ 1-2 വളരെ ഡിവോഴ്സുമായിട്ട് കണക്റ്റഡ് ആ സിനിമയാണ്. കക്ഷി അമ്മിണിപ്പിള്ളി ആണെങ്കിലും ഡിവോഴ്സ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ ഡിവോഴ്സ് എന്ന് പറഞ്ഞ സിനിമ കുറേ സ്ത്രീകളുടെ ഡിവോഴ്സ് കേസസ് മാത്രം സംസാരിച്ചൊരു സിനിമയായിരുന്നു. കക്ഷി അമ്മിണിപ്പിള്ളിയിൽ ഈ മീഡിയേഷൻ്റെ പോർഷനും അതുപോലെ മ്യൂച്വൽ അല്ലാത്ത ഒരു ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ, അങ്ങനെയാണ് എനിക്കൊരു ബേസിക് നോളജ് ഇതിനെക്കുറിച്ചുള്ളത്. ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ ഉള്ളത്. ആൾക്കാർ ചിലപ്പോൾ ഞാൻ ഡിവോഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൂടുതൽ അതായിരിക്കും കണക്ട് ചെയ്യാൻ. ഇതിൽ ഈ ക്രൂവലിറ്റി എന്ന് പറയുമ്പോഴേ അതിലെന്തൊക്കെയാണ് ഉള്ളത്? അതായത് ഇതൊരു ഫിസിക്കൽ ആയിട്ടുള്ള ക്രൂവൽറ്റി ക്യാൻ ബി ഡിഫറെൻറ്റ് ടൈപ്സ്. ഓക്കെ, ക്രൂവൽറ്റി ഒന്ന് ക്യാൻ ബി ഫിസിക്കൽ ക്രൂവൽറ്റി. ഫിസിക്കൽ ക്രൂവൽറ്റി ആണെങ്കിൽ കണ്ടസ്റ്റഡ് ഡിവോഴ്സിന് പോകുമ്പോൾ യു ഹാവ് ടു പ്രൂവ് യുവർ സൈഡ്. അപ്പോൾ നമുക്കൊരു ഫിസിക്കൽ ക്രൂവൽറ്റി ഇൻലോസിൻ്റെ സൈഡിൽ നിന്നോ ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്നോ ഉണ്ടായിന്ന് തന്നെ ഇരിക്കട്ടെ, നമുക്കതിന് ഡോക്ടറെ അടുത്ത് പോയി അതിന് സർട്ടൻ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കണം. ലൈക്ക് വൂണ്ട് സർട്ടിഫിക്കറ്റ്, നമ്മുടെ ലാംഗ്വേജിൽ പറയുമ്പോൾ വൂണ്ട് സർട്ടിഫിക്കറ്റ്, ഡോക്ടറിനെ കണ്ട പ്രിസ്ക്രിപ്ഷൻ, പിന്നെ അങ്ങനത്തെ മെഡിക്കൽ റെക്കോർഡ്സ് വേണം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് വേണം, എന്നാലേ നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചുമ്മാ പറഞ്ഞു പോകുന്നതിന് യു ക്യാൻ ഈവൻ ക്ലെയിം ദ മൂൺ. ചുമ്മാ എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പറഞ്ഞു പോകാമല്ലോ. അപ്പോൾ പറഞ്ഞു പോവാം. പക്ഷേ ഇതൊക്കെ കേസിൻ്റെ അവസാന ഘട്ടം വരുമ്പോൾ മെറിറ്റ്സിൽ ഡിസൈഡ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ എല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. ചുമ്മാ ആരെങ്കിലും ചെന്ന് വാഗോണ്ട് പറഞ്ഞാൽ ഫിസിക്കൽ ക്രൂവൽറ്റി അല്ലാതെ മെന്റൽ ക്രൂവൽറ്റി അതിലെന്തൊക്കെ? മെന്റൽ ക്രൂവൽറ്റി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് അനദർ തിങ്. പക്ഷെ ഇപ്പൊ കണ്ടുവരുന്നത്, നമ്മളിപ്പോൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവോ കൗൺസിലിങ്ങിന് പോവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർ റിപ്പോർട്ട് ഉണ്ടാക്കും. ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. പക്ഷേ എന്നാലും മെന്റൽ ക്രൂവൽറ്റി, അതായത് വിവാഹബന്ധത്തിലുള്ള എന്ന പ്രശ്നം കൊണ്ട് ഇയാൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് വേണമെങ്കിൽ, പക്ഷെ അത് അവര് സർട്ടിഫൈ ചെയ്യണം കേട്ടോ. നമ്മൾ ചുമ്മാ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്നത് ആസ് ഇറ്റ് ഈസ്. ആരും ഈ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന അതുപോലെ ഒന്നും അവർ എഴുത്തൊന്നുമില്ല. അതിനെയാണ് നമ്മൾ എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്ന് കോടതിയിൽ പറയും. എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്ന് പറയുന്നത് നമ്മൾ ഓടിച്ചെന്ന് ഇന്നതാണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടേഴ്സും അങ്ങനെ എഴുതി മെഡിക്കൽ റെക്കോർഡ്സ് തരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. അവർ അനലൈസ് ചെയ്യും. ഇപ്പോൾ ഫിസിക്കൽ ഇഷ്യൂസ് ആണെങ്കിൽ എന്താ ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ സാധാരണ എന്ത് സംഭവിക്കുക, കുറേ ടെസ്റ്റുകൾ എഴുതും, സ്കാൻ എഴുതും. അതിൻ്റെയൊക്കെ ബേസിസിലല്ലേ അൾട്ടിമേറ്റ്ലി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ മെഡിക്കൽ റെക്കോർഡ് ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് മെൻ്റലി ഉള്ള കാര്യങ്ങളും. അതാ ഞാൻ പറഞ്ഞത്, ദീസ് പീപ്പിൾ ആർ ട്രെയിൻഡ്. നമ്മൾ വിചാരിക്കുന്ന പോലല്ല. അവർ ട്രെയിൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം ചെന്ന് കഴിഞ്ഞാൽ അവരത് അതുപോലെ അങ്ങ് വിശ്വസിക്കണമെന്നൊന്നുമില്ല. അവർ ഓരോന്ന് ചോദിച്ചെടുക്കും. ആൻഡ് ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. ഒരു പക്ഷെ അത് നമുക്ക് മനസ്സിലാവില്ല അവരിത് ചോദിച്ചെടുക്കുന്നത് എന്താണെന്ന്. ഞാനും എൻ്റെ പാർട്ട്ണറും മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചെങ്കിൽ, ലീഗലി ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചെങ്കിൽ എന്താണ് അതിൻ്റെ ബേസിക് പ്രൊസീജിയർ? മ്യൂച്വൽ കൺസെൻറ്റ് ആണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. സത്യം പറഞ്ഞാൽ അവർ ഒരു വക്കീലിനെ കാണുക, രണ്ടുപേർക്കും ഒരു വക്കീലിനെ കാണാം. ഇനി ചില കപ്പിൾസിനിടെ കണ്ടിട്ടുണ്ട്, രണ്ടുപേരും കൂടെ പോയി കാണുമ്പോൾ അവർക്ക് നാച്ചുറലി രണ്ടുപേർക്കും ഒരു ആദ്യ ഉള്ളിൽ കാണും, ഈ വക്കീൽ നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യുമോ, ഈ വക്കീൽ എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്യുമോ. അതുകൊണ്ട് കൂടുതലും നമ്മൾ കാണുന്നത് രണ്ടുപേരും ഇൻഡിവിജ്വലി വക്കീലന്മാരെ വെക്കുന്നതാണ്. അത്രയും ഇഷ്യൂസ് ഇല്ല. ഇപ്പം ചിലരുടെയൊക്കെ മെച്യൂരിറ്റി എന്ന് തന്നെ ഞാൻ പറയും കേട്ടോ. ദേ ആർ മെച്യൂർഡ് ഇനഫ് ടു, എന്താ പറയുക,
ഒരുപാട് ചെളിവാരി എറിയാൻ പോകണ്ട, അമിക്കബിളി പാർട്ട് വേസ് ചെയ്യാം, കൈ കൊടുത്ത് പിരിയാം, നാളെ ആയാലും നമുക്ക് സംസാരിക്കണം. നമ്മൾ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ നാളെ കണ്ടാലും മുഖം മാറ്റി പോകുന്നൊരു സിറ്റുവേഷൻ വരരുത്. അങ്ങനെ വരുമ്പോൾ അത്രയും ഇൻട്രിക്കേറ്റ് ഇഷ്യൂസ് ഇല്ലാത്തവരാണെങ്കിൽ, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ദേ ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ വിത്ത് ഈച്ച് അതർ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു വക്കീലിനെ വെക്കുന്നതും കണ്ടിട്ടുണ്ട്. മ്യൂച്വൽ അല്ലാത്ത ഒരു ഡിവോഴ്സിന് ഒരു അഡ്വക്കേറ്റിനെ സമീപിക്കുമ്പോൾ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ? മ്യൂച്വൽ അല്ലാത്തതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഈ ഹസ്ബൻഡിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ബിക്കോസ് ഐ എം ഡൂയിങ് ഹസ്ബൻഡ്സ് കേസ് മോർ കേട്ടോ, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഹസ്ബൻഡ് സൈഡിൽ നിന്നാണെങ്കിൽ സാധാരണ നമ്മൾ കൂടുതലും കണ്ടേക്കുന്നത് വൈഫ് ഓൾറെഡി അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. അവർ കോടതിയിൽ നിന്നുള്ള നോട്ടീസായിട്ടായിരിക്കും നമ്മളെ കാണാൻ വരുന്നത് തന്നെ. കാരണം കോമൺ മാൻ ഈ നോട്ടീസ് വായിക്കുമ്പോൾ അവർക്ക് എന്തായതെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അവർ നിയർ ബൈ ആരാണ്, പലരുടെ റെഫറൻസ് ചെയ്യുന്നൊക്കെ അവരോട് ചോദിച്ചിട്ട് അവർ ആരെങ്കിലും നമ്മളെ കാണാൻ വരും. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ഇന്ന കേസുകൾ ഫയൽ ചെയ്യുന്നുണ്ട്. ഒന്ന് ഡിവോഴ്സ് ആയിരിക്കാം, ഒന്ന് മെയിൻ്റനൻസ് ആയിരിക്കാം, ഒന്ന് ഡൊമസ്റ്റിക് വയലൻസ് ആവാം, ഒന്ന് 498 ആവാം. 498 ഇതാണ് ഡൗറി ഹറാസ്മെൻറ്റ്. പണ്ടത്തെ നിയമം വെച്ച് ഡൗറി ഹറാസ്മെൻറ്റ് ഒരു സ്ത്രീ ഫയൽ ചെയ്താൽ അയാൾ അപ്പം അകത്ത് പോറിയോ. ഇപ്പം പിന്നെ അതൊക്കെ മാറി. കാരണം അകത്ത് പോയിട്ട് കേസിൻ്റെ അവസാനം വരുമ്പോഴത്തേക്കും പുള്ളി വെറുതെ വിടുക, അക്വിറ്റ് ചെയ്യുക, ഡൗറി ഇല്ല. ഒരു അമൗണ്ട് റേസ് ചെയ്യാൻ നിവൃത്തിയില്ലാത്ത പേരൻസ് ആയിരിക്കാം. പക്ഷെ കോടതിയിലേക്ക് വരുമ്പോഴത്തേക്കും 101 പവനായി, 50 ലക്ഷമായി, ബെൻസ് കാറായി, വീടായി, ഇതെല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് പറയും. കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം എനിക്ക് തിരിച്ചു വിടണമെന്ന്. അത് ഞാൻ പറഞ്ഞത്, ദിസ് ഹാസ് ബിക്കം മോർ ഓഫ് എ ബിസിനസ് സ്ട്രാറ്റജിനോ. ഡിവോഴ്സിലേക്ക് പോകുമ്പോൾ ചുമ്മാ ഡിവോഴ്സ് എന്തായാലും നമ്മൾ ചുമ്മാ അങ്ങ് ഡിവോഴ്സ് കൊടുത്ത് പോകുന്ന, അല്ലെങ്കിൽ അത്രയും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു പോകുന്ന പെണ്ണുങ്ങളായിരിക്കണം. ദേ ആർ ഫോർഫീറ്റിംഗ് ദെയർ മെയിൻ്റനൻസ് ആൻഡ് എവറിത്തിങ്. അവർക്ക് അൾട്ടിമേറ്റ്ലി ഈ ലീഗൽ ടൈമിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. ദേ വോണ്ട് ടു സ്റ്റാർട്ട് എ ന്യൂ ലൈഫ്. അങ്ങനെ വരുമ്പോൾ ഒന്നും വേണ്ടെന്ന് പറയുമ്പോൾ പിന്നെ ദാറ്റ് ക്വസ്റ്റ്യൻ ഡസൻ കം. പക്ഷേ മെജോറിറ്റി കേസുകളിൽ നമ്മൾ കാണുന്നത് 1 ലക്ഷം 2 ലക്ഷം രൂപ ശമ്പളമുള്ള വൈഫാണെങ്കിൽ പോലും ദേ സ്റ്റിൽ വോണ്ട് മെയിൻ്റനൻസ്. മെയിൻ്റനൻസിന് കുറച്ച് ഗ്രൗണ്ട്സ് ഉണ്ട്. ചുമ്മാ അങ്ങ് എടുത്ത് കൊടുക്കുന്ന സാധനമല്ല മെയിൻ്റനൻസ്. അതിന് 3-4 ഗ്രൗണ്ട്സ് ഉണ്ട്. ഒന്ന്, മ്യൂച്വൽ കൺസെൻറ്റിൽ പിരിഞ്ഞ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കണം. ദേ ഷുഡ് ഹാവ് എൻ എഗ്രിമെൻറ്റ്. ചുമ്മാ വാഗോണ്ട് പറഞ്ഞാൽ പോരെ, കാര്യം ഇതൊക്കെ നാളെ തെളിയിക്കാൻ പാടാണ്. ദേ ഷുഡ് ഹാവ് എൻ എഗ്രിമെൻറ്റ്. ഒന്ന് അതായിരിക്കണം. 2, ഹസ്ബൻഡ് വൈഫിനെ പരിപാലിക്കാൻ റെഡി അല്ലായിരിക്കണം. ഹീ ഷുഡ് ഹാവ് നെഗ്ലക്റ്റഡ് ഹെർ. എന്നാൽ മെയിൻ്റനൻസിന് എലിജിബിളാണ്. 3-ാമത്തെ ഗ്രൗണ്ട്, പിള്ളേർക്ക് എന്തായാലും നമ്മൾ മെയിൻ്റനൻസ് കൊടുത്തേ പറ്റൂ. ദർ ഇസ് നോ ക്വസ്റ്റ്യൻ. കൊടുക്കാമോ കൊടുക്കണ്ടയോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. പിള്ളേർക്ക് 18 വയസ്സ് വരെ മേജർ ആവുന്നവരെ കൊടുത്തേ പറ്റൂ. അങ്ങനെ ഒരു 2-3 ഗ്രൗണ്ട്സ് ഉണ്ട്. ഇങ്ങനെ ചുമ്മാ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഉടനെ എടുത്തു കൊടുക്കുന്ന സാധനം അല്ല മെയിൻ്റനൻസ്. എന്നാൽ എല്ലാവരും ഇതിൻ്റെ ഹാർഡ് റിയാലിറ്റി അറിയാതെ എല്ലാവരും ഫയൽ ചെയ്യുന്നുണ്ട്. കോടതി ഇത് അസസ് ചെയ്യും. ഹസ്ബൻഡിൻ്റെ മാട്രിമോണിയൽ ഹോമിൽ അല്ലെങ്കിൽ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ നിന്ന സമയത്ത് ഉള്ള ഇവരുടെ ലൈഫ് സ്റ്റൈല് വൈഫിന് കീപ്പപ്പ് ചെയ്യാൻ പറ്റണം. അതാണ് ദാറ്റ് ഈസ് 1 പോയിന്റ്. ഓക്കെ. ഇനി ജോലിയുള്ള സ്ത്രീകളാണെന്നിരിക്കട്ടെ, ലെറ്റ്സ് അസ്യൂം ഷീ ഹാസ് ഓൺലി 10,000 റുപ്പീസ് ഇൻകം. അങ്ങനെ വരുമ്പോൾ 10,000 രൂപയ്ക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു 30,000 റുപ്പീസാണ് നമ്മുടെ മന്ത്ലി എക്സ്പെൻസസ് എന്നിരിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ ബാക്കി 20,000 കൊടുക്കാൻ കോടതി പറയും. അതും പല ഫാക്ടേഴ്സിനെ ബേസ് ചെയ്ത്, ഞാൻ പറഞ്ഞ പോലെ ഹസ്ബൻഡ് ഇൻകം നോക്കും, കുട്ടികളുണ്ടോ എന്ന് നോക്കും, ഇവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് എന്താണെന്ന് നോക്കും, വൈഫിൻ്റെ ഇൻകം എന്താണെന്ന് നോക്കും. അങ്ങനെ ഒരുപാട് ഗ്രൗണ്ട്സ് ഉണ്ട്, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇത് അസസ് ചെയ്യാൻ. ആരെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആരെങ്കിലും ഓടി വന്ന് കയറി ചോദിച്ചാൽ കൊടുക്കുന്ന സാധനം അല്ല മെയിൻ്റനൻസ്. അങ്ങനെ ഒരു ഇൻഹിബിഷൻ നമ്മുടെ ആൾക്കാരുടെ മനസ്സിലുണ്ട്, സ്ത്രീകളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ട്. ഒരുപാട് പേരുടെ കേസിൽ അത് കണ്ടിട്ടുണ്ട്. നമ്മൾ കേസ് ഫയൽ ചെയ്ത് അടുത്ത ദിവസം മെയിൻ്റനൻസ് കിട്ടുമല്ലോ. നോ, ദാറ്റ്സ് അബ്സല്യൂട്ട്ലി റോങ്. അങ്ങനെ ഇത് കോടതി പറഞ്ഞിട്ടും കൊടുക്കാതിരിക്കുന്ന ഉണ്ട്. അതുമുണ്ട്. അത് കൊടുക്കാതിരിക്കുന്നത് ഞാൻ കൂടുതലും കണ്ടേക്കുന്നത് പിള്ളേരുള്ള മാറ്റേഴ്സിലാണ്. മെയിൻ്റനൻസ് വാങ്ങിക്കാൻ കൃത്യമായിട്ട് ഇവർ വരും, കുട്ടികളെ കാണിക്കത്തില്ല. അപ്പം ഇത് രണ്ടും ഒന്നിച്ച് നടക്കേണ്ട കാര്യമാണ്. കുട്ടികളെ കാണിക്കത്തില്ല, കുട്ടികൾക്കുള്ള മെയിൻ്റനൻസും വാങ്ങിക്കും, വൈഫിനുള്ള മെയിൻ്റനൻസും വാങ്ങിക്കും. അപ്പം നാച്ചുറലി ഹസ്ബൻഡ്സ് ഹാവ് ദിസ് ഫീലിംഗ് ദേ ആർ അറ്റ് ദി ലൂസിങ് എൻഡ്. അവരെന്തിനാണ് ഈ മെയിൻ്റനൻസ് കൊടുക്കുന്നതെന്നുള്ളൊരു ഇമോഷണലി ഉള്ളൊരു ചോദ്യം അവർ ഫേസ് ചെയ്യുകയാണ്. കുട്ടികളെ കാണാൻ പറ്റുന്നില്ല, കുട്ടികളെ കാണണ്ടേ. ഇപ്പം ഒരു കേസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം ഫയൽ ചെയ്തിട്ടുണ്ട്. മെയിൻ്റനൻസ്, ചൈൽഡ് കസ്റ്റഡി. അങ്ങനെ പോസിബിൾ ആണോ? അങ്ങനെ പോസിബിളാണ്. ഇതെല്ലാം പല പല കേസുകളാണ് ഫറ. ഇതെല്ലാം കൂടെ ഒരു കേസല്ല.
ഡിവോഴ്സിന് നമ്മളൊരു കേസ് ഫയൽ ഡിവോഴ്സ് എന്നുള്ളതിന്റെ അണ്ടറിൽ നോ 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 അങ്ങനല്ല. അങ്ങനെ ഒരു ഇൻഹിബിഷൻ ആൾക്കാർക്കുണ്ട്. അങ്ങനല്ല. ഡിവോഴ്സ് ഇസ് വൺ സെപ്പറേറ്റ് കേസ്. ചൈൽഡ് കസ്റ്റഡി ഇസ് വൺ സെപ്പറേറ്റ് കേസ്. മെയിൻ്റനൻസ് ഇസ് എ സെപ്പറേറ്റ് കേസ്. ഡൊമസ്റ്റിക് വയലൻസ് ഇസ് സെപ്പറേറ്റ് കേസ്. അപ്പോൾ അങ്ങനെ പല പല കേസുകളായിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാമിലി കോർട്ടിൽ പോകുമ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു 5-6 കേസ് ബൈ ഡീഫോൾട്ട് എല്ലാവർക്കും കാണും. ഇറ്റ്സ് എ പാക്കേജ്. ഡൊമസ്റ്റിക് വയലൻസിൽ ഇപ്പോൾ ഈ ഹസ്ബൻഡിന് പേരൻസ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ, സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർ, പിന്നെ ചില കേസുകളിൽ എക്സ്ട്രീം സിനാരിയോസ് ഉണ്ട്. സിസ്റ്റേഴ്സിൻ്റെ ഹസ്ബൻഡ്സിനെ വരെ ഇംപ്ലിക്കേറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞു വന്നത് നമ്മളൊരു മ്യൂച്വൽ അല്ലാത്ത ഡിവോഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഫയൽ ചെയ്യുന്നു, പിന്നെ കോടതിയുടെ പ്രൊസീജിയർ എന്താണ്? ഇപ്പം മ്യൂച്വൽ അല്ലാത്ത ഇപ്പം എനിക്ക് മ്യൂച്വൽ അല്ലാതെ ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ സോനത്തിനെ വന്ന് കണ്ടു, ഞാൻ പറഞ്ഞു സോ ആൻഡ് സോ റീസൺസ് കൊണ്ട് എനിക്ക് ഡിവോഴ്സ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നു. അത് എന്താ പറയാ, ഫയൽ ചെയ്യണം. ഇനിയുള്ള പ്രൊസീജിയർ എന്താണ്? ദിസ് ഇസ് എ ലോങ് ബാറ്റിൽ. കണ്ടസ്റ്റഡ് ആണെങ്കിൽ ഓക്കെ ഒരു ഐ ഹാവ് നോൺ ഈ ഡിവോഴ്സ് ഞാൻ പറയുന്നത് ഫാമിലി ലിറ്റിഗേഷൻ ആട്ടോ. ഫാമിലി മാറ്റേഴ്സിൻ്റെ ലിറ്റിഗേഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സുപ്രീം കോർട്ട് വരെ പോയ മാറ്റേഴ്സ് ഉണ്ട്. സുപ്രീം കോർട്ടിലൊക്കെ പോകുന്നത് ഇന്ന് നമ്മൾ ഫാമിലി കോർട്ടിൽ ഫയൽ ചെയ്യുക, നാളെ ഹൈക്കോർട്ടിൽ ചലഞ്ച് ചെയ്ത് മറ്റന്നാൾ സുപ്രീം കോർട്ടിൽ പോവല്ല. ഒരു 5 കൊല്ലം ഇവിടെ കിടക്കും ഫാമിലി കോർട്ടിൽ, ഒരു 5 കൊല്ലം ഹൈക്കോർട്ടിൽ കിടക്കും. അപ്പോഴത്തേക്കും 10 കൊല്ലമായി. മറ്റേയാള് നമ്മൾ പറയുന്ന ഡിമാൻഡ്സിന് വില്ലിങ് ആവാതിരിക്കുമ്പോഴാണോ? അതാ ഞാൻ പറഞ്ഞ അൺകോപ്പറേറ്റീവ് പാർട്ടീസ് വരുമ്പോഴാണ് ഈ ലോങ് ബാറ്റിൽ ആവുന്നത്. ഓക്കെ, ഈ ബാറ്റിൽ എന്നൊക്കെയുള്ള വാക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് കക്ഷികളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നാട്ടോ, വക്കീലന്മാരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നല്ല. കാരണം ദേ ആർ, ആസ് ഐ സെഡ്, ദേ ആർ ഗോയിങ് ത്രൂ ആൻ ഇമോഷണൽ റോളർ കോസ്റ്റർ. അപ്പോൾ ഇതൊരു ബാറ്റിൽ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയെങ്കിലും അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കുക, ജയിക്കുക എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് അവർ വരുന്നത്. ഹീസ് ഡ്രിങ്കിങ് അല്ലെങ്കിൽ ഹീസ് ടേക്കിംഗ് സം സൈക്കാട്രിക് മെഡിസിൻസ് വിച്ച് ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല അയാൾ അങ്ങനെ ഒരു മെഡിസിൻ എടുക്കുന്നുണ്ട്. അങ്ങനെ ഫോർ വാട്ട് എവർ റീസൺ ഇഫ് ഐ വാണ്ട് ടു ഗെറ്റ് ഡിവോഴ്സ്ഡ്, അത് പോസിബിൾ ആണോ? പോസിബിൾ ആണ്, ബട്ട് പ്രൊവൈഡഡ് 18 months സെപ്പറേഷൻ ഉണ്ടാവണം. അതായത് കിട്ടണമെങ്കിൽ എനിക്ക് അന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാം. 18 months ഞാൻ സെപ്പറേറ്റഡ് ആയി നിന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫയൽ ചെയ്യാൻ എലിജിബിൾ ആവുന്നുള്ളൂ. ഓക്കെ, 18 months പറയുമ്പോൾ എനിക്ക് 1.5 years. ഇപ്പം സ്വാഭാവികമായി കല്യാണം കഴിക്കുന്ന പോലെ വളരെ സ്വാഭാവികമായി വളരെ പറഞ്ഞ പോലെ കൈ കൊടുത്ത് ഡിവോഴ്സ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അത് എത്ര പെർസെൻറ്റേജ് കാണും? ഒരു 100 പേരെടുക്കുവാണെങ്കിൽ ഒരു 100 പേരിലൊരു 10-15 പേരൊക്കെ ഉള്ളൂ. 10-15 കപ്പിൾസ് ഒക്കെ ഉള്ളൂ. 50. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാഫ് ദി പോപ്പുലേഷൻ ഓഫ് എറണാകുളം, ട്രിവാൻഡ്രം വിൽ നോട്ട് ബി ഇൻ ദ ഫാമിലി കോർട്ട്. അപ്പോൾ ആ 10-15 കപ്പിൾസിനെ ഞാൻ കാണുന്നത് എങ്ങനെയാണെന്നറിയോ? ഐ സീ ദേ ഹാവ് എ സെൻസ് ഓഫ് മെച്യൂരിറ്റി. കാര്യം ഇത് ലിറ്റിഗേഷനിലേക്ക് വരുമ്പോഴത്തേക്കും വക്കീലന്മാർക്ക് നല്ലതാണ്. എന്നെയൊക്കെ ഞാൻ ആക്ച്വലി ഒരു പാഷൻ്റെ പുറത്ത് ഈ പ്രൊഫഷനിലേക്ക് വന്ന ആളാണ്. അത് ഞാൻ പൈസ മുന്നിൽ കണ്ടുകൊണ്ടല്ല, കാര്യം അത് തരാൻ അവരുടെ ഇല്ല. ഇപ്പോൾ പറഞ്ഞ പോലെ ഇലക്ട്രീഷ്യൻസ്, ഓട്ടോ ഡ്രൈവേഴ്സ്, പ്ലംബേഴ്സ്, അവർ ദിവസ വരുമാനത്തിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. ഞാൻ ചോദിക്കുന്ന, അങ്ങനത്തെ ആൾക്കാർക്ക് ബെയർ ചെയ്യുന്നതിലും കൂടുതലാണോ യൂഷ്വൽ എക്സ്പെൻസ് ഓഫ് ഡിവോഴ്സ്? ആണെന്ന് പറയേണ്ടി വരും. കാരണം വക്കീലന്മാരാരും ഫീസ് വാങ്ങിക്കാതെ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഐ ഡു ഇൻ സർട്ടൻ ചില കേസുകൾ ഞാൻ ചെയ്യാം. വക്കീലന്മാരെ സംബന്ധിച്ചും അതൊരു ഉപജീവനം, നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ ആണ്. പക്ഷെ അങ്ങനെ വക്കീലന്മാർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വെരി വെരി റെയർലി. ചിലരൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അത്രയും നമുക്ക് ഇവരുടെ കണ്ടീഷൻ കണ്ട്, നമ്മൾ മനുഷ്യരല്ലേ, നമുക്കും ഇല്ലേ ഒരു മനസാക്ഷിയൊക്കെ. നമ്മളിപ്പം ഷോ തുടങ്ങുന്നതിന് മുന്നേ സംസാരിച്ച സമയത്ത് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ളൊരു കുറേ നിയമങ്ങളെക്കുറിച്ച് നമുക്ക് മിഥ്യാധാരണകളുള്ളതിൻ്റെ കൂട്ടത്തിൽ പോക്സോനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് പോക്സോ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഒരു സെക്ഷൽ ഇതാണ്, അതായത് സെക്ഷലി അബ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോക്സോ എന്ന് പറയുന്നത്. 18 years താഴെയുള്ള കുട്ടികളെ എന്നുള്ളതാണ് ഒരു പൊതുധാരണ. ശരിക്കും എന്താണ് പോക്സോ? പിള്ളേർക്കെതിരെയും ഉള്ള ഒഫൻസസ്. ഇറ്റ് നീഡ് നോട്ട് ബി സെക്ഷൽ ഒഫൻസസ്, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. പിള്ളേരെ നമ്മളിപ്പോൾ തല്ലുന്നത് പോലും ഒരു ഒഫൻസാണ്. പോക്സോ എന്ന് പറയുന്നത് ഇസ് ബീങ് ഗവേൺഡ് ബൈ എ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന് അണ്ടറിൽ വരുന്നത് പിള്ളേർക്കെതിരെയുള്ള ഏത് ഒഫൻസും ആവാം. ഈ പോക്സോ എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ സെക്ഷൽ ഒഫൻസ് ആണെന്ന് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ JJ ആക്ട് എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും. JJ ആക്ടിന് അണ്ടറിൽ വരുന്ന എല്ലാ കേസുകളും പോക്സോ കോടതിയിലാണ് എടുക്കുന്നത്. ഇറ്റ് നീഡ് നോട്ട് ബി സെക്ഷൽ ഒഫൻസസ് അലോൺ, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഇപ്പോൾ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജെനുവിൻ അഗ്രീവ്ഡ് വിമൻ ഉണ്ട്, ബട്ട് മിസ്യൂസ് ചെയ്യുന്ന സ്ത്രീകളാണ് കൂടുതൽ.
അപ്പം അങ്ങനെ വരുമ്പോൾ പിള്ളേരും കൂടെ ഉണ്ടെന്ന് കാണുമ്പോൾ ഈ പിള്ളേരെ കൊണ്ട് പോക്സോ കേസുകളും കൊടുപ്പിക്കും ഫാദേഴ്സിനെതിരെ. ആൻഡ് ദാറ്റ്സ് വെരി 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 സാഡ്. ഇപ്പോൾ ഒരു റേപ്പ് കേസിൽ അക്യൂസ്ഡ്, പുള്ളിയുടെ ഫോട്ടോ എല്ലായിടത്തും വരും. ജെന്യൂൻ കേസാണോ അല്ലയോ എന്നൊക്കെ കോടതിയുടെ ട്രയലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് വിൽ ടേക്ക് ആംപിൾ നമ്പർ ഓഫ് ഇയേഴ്സ്. ആ ഒരു ലെറ്റ്സ് 5 കൊല്ലമാണ് ആ കേസ് ഡിസൈഡ് ചെയ്യാൻ എടുക്കുന്നതെന്നിരിക്കട്ടെ. 5 കൊല്ലം കൊണ്ട് തീരുമെന്ന് കണ്ടറിയണം. ബട്ട് എന്നാലും ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ടൈറ്റ്ലി ദി അതർ സൈഡ് ഒപ്പോസസ്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഇയേഴ്സ് കടന്നു പോകുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും അവസാനം ട്രയലൊക്കെ കഴിഞ്ഞ് കോടതി വിധിയിടുമ്പോൾ പുള്ളി നിരപരാധിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി കഴിഞ്ഞ 5-8 കൊല്ലമായിട്ട് കടന്നു പോയ കേസുകൾ ഇപ്പൊ നമ്മൾ ഉണ്ട്, കേൾക്കുന്നുണ്ട്. ഉണ്ട്. ഒരു ടീച്ചറിനെതിരെ ആ ഒരു സാറിന് അങ്ങനെ ഒരു പ്രശ്നം അതെ ഉണ്ടായിട്ട് ആഫ്റ്റർ സോ മെനി ഇയേഴ്സ്, പക്ഷെ പുള്ളി പറയുന്നു പുള്ളിയുടെ കൂടെ ഫാമിലി നിന്നു. ഫാമിലി കൂടി നിന്നില്ലെങ്കിലുള്ള നിൽക്കാത്ത അവസ്ഥയാണ് കേസുകളുണ്ട്. ആലോചിക്കുന്നത്. പുള്ളി ഒന്ന് അക്വിറ്റ് ചെയ്തെന്നിരിക്കട്ടെ, ഈ കഴിഞ്ഞ ഇത്രയും നാളുകളായിട്ട് പുള്ളി കടന്നുപോയ ഈ സൊസൈറ്റിയിലെ നാണക്കേട്, മെന്റൽ ട്രോമ, ആൻഡ് ഞാൻ ഇമോഷണൽ പറയണേ കുറ്റവിമുക്തനാക്കി എന്നുള്ളതൊരു ന്യൂസ് പോലും വരുന്ന എനിക്ക് തോന്നുന്നില്ല. വളരെ റയറായിട്ടാണ് വരുന്നത്. പക്ഷെ അല്ലെങ്കിൽ 24 hours അയാളുടെ മുഖം നമ്മൾ കാണും. തെറ്റുകാരനാണെന്ന് പറയപ്പെടുന്ന വെളിയിൽ സമയത്ത് ചിലപ്പോൾ ഒന്നും ചെയ്യുന്നവരുണ്ട് കേട്ടോ, അത് തള്ളിക്കളയല്ല. ചെയ്യാത്തവരാവുമ്പോൾ അവർക്ക് നാച്ചുറലി അവരുടെ ഉള്ളിലൊരു ഗിൽറ്റ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ദീപക്കൊക്കെ ആത്മഹത്യ ചെയ്തത്. കാരണം Yes, പുള്ളി yes, ഒന്നും yes. ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പോക്സോ പറഞ്ഞു വരുമ്പോൾ പെമ്പിള്ളാരാവുമ്പോൾ എന്നെ അതായത് ഡിവോഴ്സിന് വേണ്ടി ഇതിനെ യൂസ് ചെയ്യുന്നവരും ഉണ്ട് ഉണ്ട്. ഉണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും ഞാൻ ഈ എപ്പോഴും പോക്സോ കോടതിയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ് അപ്പന്മാർക്ക് അവിടെ വന്ന് നിൽക്കാൻ. അതെ അതെ അതെ. സാധാരണക്കാർക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളത് ഇറ്റ്സ് അപ് ടു ദ കോർട്ട് ടു ഡിസൈഡ്. ചെയ്തില്ല എന്നിരിക്കട്ടെ, ചെയ്തു എന്നിരിക്കട്ടെ, അവനകത്ത് പോകേണ്ടവൻ തന്നെയാണ്. Of course. 100% ഞാൻ പറയുന്നുണ്ട്. പുള്ളി അകത്ത് പോകണം, നോ കോംപ്രമൈസ്. ഒരു ഗിൽറ്റും അതിൽ തോന്നുന്നുണ്ട്. അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനകത്ത് പോകണം. പക്ഷെ ചെയ്യാത്തവരാവുമ്പോൾ ഈ 5-8 കൊല്ലം ഈ കേസ് ഡിസൈഡ് ചെയ്യാൻ എടുക്കും. ഓരോ പോസ്റ്റിങ്ങിനും ഈ പുള്ളി കോടതി വരണം. കോടതി വരുമ്പോഴത്തേക്കും പോക്സോ കോടതിയിൽ ആൾക്കാരെ എല്ലാവരും നോക്കുന്ന ഒരു വേറെ ആംഗിളിലാണ്. ആ. പോക്സോ കോടതിയിൽ മറ്റു കേസുകളില്ലല്ലോ. ഇങ്ങനെ എന്തെങ്കിലും ഒരു കേസിലായിരിക്കും അവർ വന്നേക്കുന്നത്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അത് എസ്പെഷ്യലി ഈ ഒരു ധാരണ കൊണ്ടുകൂടിയാണല്ലേ. ആണ്, കാരണം എല്ലാവരുടെ മനസ്സിൽ സെക്ഷൽ അതെ. ഒഫൻസ് എന്നാണ് മനസ്സിൽ എല്ലാവരുടെയും കൂടുതൽ 90% ആൾക്കാരുടെ മനസ്സിലിരിക്കുന്നത്. കാര്യം ഒരുപാട് പേരോട് എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, സെക്ഷൽ ഒഫൻസ് ആണോ, അയ്യോ പോക്സോയിൽ ഞാൻ അകത്ത് പോവോ? കാര്യം അമ്മമാർ ട്യൂട്ടർ ചെയ്ത് പെമ്പിള്ളാരെ കൊണ്ട്, അല്ലെങ്കിൽ ആമ്പിള്ളാരായിക്കോട്ടെ പെമ്പിള്ളാരായിട്ട്, പെമ്പിള്ളാരാകുമ്പോഴാണ് ഈ ഗ്രൗണ്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആവുന്നത്. സ്ട്രോങ് ആവുന്നത്. കാര്യം ഫാദേഴ്സ് പെമ്പിള്ളാർ റേപ്പ് ചെയ്ത കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഉണ്ട്. കേൾക്കുന്നതും കൂടെ സ്ഥിതിക്ക് ദർ ഇസ് എ പോസിബിലിറ്റി അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ആ ഒരു സംശയത്തിൻ്റെ നിഴലിലാണ് ഇവരെ കാണുന്നത് തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കുക, അപ്പനെതിരെ മോള് പോക്സോ കേസ് കൊടുക്കുക പറയുന്നത് എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത. ഞാൻ അങ്ങനത്തെ കേസുകൾക്ക് പോയിട്ടുണ്ട്, ഫാദേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാനും പോയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഞാനപ്പോൾ എൻ്റെ ക്ലയൻസിനോട് പറയും, നിങ്ങൾ വരണ്ടാത്ത ദിവസങ്ങൾ വരണ്ട, അത്രയും കോടതി ഇൻസിസ്റ്റ് ചെയ്യുന്ന ദിവസം വന്നാൽ മതി. കാരണം ഇവർ ഈ കടന്നു പോകുന്ന നമ്മളും കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ. എനിക്ക് ഈ ഇച്ചിരി ഇമോഷൻസ് ഒക്കെ ഉള്ള ആളായതുകൊണ്ട് നമ്മളിത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. കാരണം അവർ ആ ബോക്സിൽ കയറി നിൽക്കണം, പ്രതികൾ നിൽക്കുന്ന ബോക്സിൽ കയറി നിൽക്കണം. അവർ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ രണ്ടാമത്തെ കാര്യം. ചെയ്തിട്ടുണ്ടെങ്കിൽ ആസ് ഐ സെഡ് ഹി ഹാസ് ടു ഗോ ബിഹൈൻഡ് ബാർസ്. ചെയ്തിട്ടില്ല എന്നിരിക്കട്ടെ, ഈ ഇത്രയും കൊല്ലം കൊണ്ട് ഈ കേസ് ഡിസൈഡ് ചെയ്യുമ്പോഴത്തേക്കും പുള്ളി അവസാനം വിട്ടു, അക്വിറ്റ് ചെയ്തു. പിന്നെ എന്തിനായിരുന്നു ഈ ഡ്രാമയൊക്കെ? ജസ്റ്റ് ആ ഒരു ഇൻസൾട്ട്. അപ്പോൾ ഈ അമ്മമാരുടെ ഒരു കോൺസെപ്റ്റ് എന്താ അറിയോ, ഒരു പോക്സോ കൊടുക്കുക, ഒരു ഡൊമസ്റ്റിക് വയലൻസ് കൊടുക്കുക, ഒരു 498 കൊടുക്കുക, മെയിൻ്റനൻസ് കൊടുക്കുക. ദേ ഹാവ് ദിസ് തോട്ട്, ഈ കേസുകളൊക്കെ കൂടെ അവരങ്ങോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ദേ ഹാവ് എൻ അപ്പർ ഹാൻഡ്. ഇത്രയും കേസുകൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവർ പറയുന്ന പോയിന്റിലേക്ക് ഇവരെ മുട്ടുകുത്തിക്കാം. അവരിപ്പോൾ 1 കോടി പറഞ്ഞാൽ 1 കോടി പുള്ളി തരും. അങ്ങനെ ഒരു തോട്ടുണ്ട് ആൾക്കാർക്ക്. അപ്പോൾ ഈ പിള്ളേർ, അപ്പോൾ അൾട്ടിമേറ്റ്ലി ഹൂ ഇസ് ലൂസിങ്? പിള്ളേരാണ് ഈ ലൂസ് ചെയ്യുന്നത്. കുട്ടികളെ കോടതിയിൽ കൊണ്ടുപോകുന്നതും കുട്ടികളുടെ അടുത്ത് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതും കുട്ടികൾ ഇതിലേക്ക് വലിച്ചെടുക്കുന്നതും ചെയ്യാൻ വയ്യ എന്ന് വിചാരിച്ചിട്ട് വളരെ എന്താ പറയുക, ഡിസ്റെസ്പെക്റ്റ്ഫുൾ എല്ലാം സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഡിവോഴ്സിന് മുതിരാതെ. ശരിക്കും കുട്ടികൾക്ക് അത്രയ്ക്കും ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണോ ഇത്? കോടതിയിൽ അങ്ങനെ തന്നെയാണോ അത് സംഭവം? അത് 2 രീതിയിൽ. ഇപ്പം ഫറ ചോദിച്ച ചോദ്യം, ദേ ആർ ലിവിങ് ടുഗെദർ വിത്ത് ഓൾ ദീസ് ഡിസ്റെസ്പെക്ട്, കുട്ടികളും അതിലുണ്ടെങ്കിൽ അതിൻ്റെതായ ട്രോമാറ്റിക് ഇഷ്യൂസ് ഒക്കെ കുട്ടികൾക്ക് കാണും. അതിനെക്കാളും ബെറ്റർ ആണ് ഇതെന്നാണ് പറയുന്നത്. അതിനെക്കാട്ടും ബെറ്റർ ആണോ എന്ന് ചോദിച്ചാൽ അതും നമുക്ക് യെസ് ഓർ നോ തീർത്തങ്ങ് പറയാൻ പറ്റില്ല. കാര്യം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷൻ ഏതാ അറിയോ? പേരൻസിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല,
പിള്ളേർക്ക് ആഗ്രഹം കാണും ഒന്നിച്ച് പാരൻസ് ജീവിക്കണം എന്ന്, അല്ലെങ്കിൽ വേണ്ടാന്നും ആഗ്രഹമുള്ള പിള്ളേർ കാണും കേട്ടോ. ഇവർ ഒന്നിച്ച് ജീവിക്കേണ്ടെന്ന് ആഗ്രഹമുള്ള പിള്ളേരാണ്. കാരണം അവർ തമ്മിൽ ഒരു രീതിയിൽ ഒത്തു പോകുന്നില്ല എന്നും ഈ കാണുന്ന അടിയും വഴക്കും ആണെങ്കിൽ പിള്ളേരും കുറച്ചും കൂടെ ഏജ്ഡ് ആയിട്ടുള്ള പിള്ളേർ നാച്ചുറലി ഇതിൽ തിങ്ക് എന്തിനാണ് ഈ എന്നും അടിയും വഴക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിലും ഭേദം ഇറ്റ്സ് ബെറ്റർ ദേ പാർട്ട് വേസ് എമിക്കബിളി എന്ന് വിചാരിക്കുന്ന പിള്ളേരും ഉണ്ട്. ആ പിള്ളേരെയൊക്കെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. കാര്യം അത്രയും ആ ചെറിയ പ്രായത്തിൽ അവർക്ക് അത്രയും മെച്യൂർഡായിട്ട് ചിന്തിക്കാനുള്ളൊരു മൈൻഡ് അവർക്ക് എങ്ങനെ വന്നു? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ശരിക്കുള്ള വിക്ടിംസ് ആരാന്നറിയോ? പിള്ളേരാണ്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. അപ്പനും അമ്മയും കൂടെ കാണിച്ചു കൂട്ടിയ പിടിവലി, അവരുടെ ഈഗോ ഇഷ്യൂസ്, അവർക്ക് കോമ്പാറ്റബിൾ ആവാൻ പറ്റുന്നില്ല, ഇതൊന്നും ഈ പിള്ളേരുടെ മിസ്റ്റേക്ക് അല്ല. ഈ ഹസ്ബൻഡും വൈഫും കൂടെ ഒന്നിച്ചെടുക്കുന്ന ഒരു തീരുമാനമാണ് പിള്ളേരെ നമ്മൾ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ആണല്ലോ. അപ്പോൾ ഈ പിള്ളേർ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് വരുന്ന ആൾക്കാരല്ല. വൈ ടോർച്ചർ ദം? നിങ്ങൾക്ക് കോമ്പാറ്റബിൾ ആവാൻ പറ്റുന്നില്ല, ഈ പിള്ളേരാവുന്നതിന് മുന്നേ പ്ലീസ് പാർട്ട് വേസ്. ചുമ്മാ ഈ പിള്ളേരെ അതിലേക്ക് ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ലിറ്റിഗേഷൻ എന്ന് പറയുന്നത് ഇസ് എ മച്ച് മോർ ഈസിയർ പ്രോസസ്സ് പിള്ളേരില്ലാത്ത സമയത്ത്. പിള്ളേരും കൂടെ വരുമ്പോഴാണ് കോടതികൾ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലേക്ക് പോകുന്നത്. കുട്ടികളുടെ ഭാഗം കൂടെ ചിന്തിക്കേണ്ടി വരും. ഇപ്പോൾ ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും മെന്റലി കൂടെ ഒരു റോളർ കോസ്റ്റർ ഡ്രെയിനിങ് ഇഷ്യൂ ആണ്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഒരു എന്താ പറയുക കൗൺസിലിങ്ങിന് പോകാനോ ഒരു തെറാപ്പിക്ക് പോകാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. ചില ആൾക്കാർ ചിലപ്പം ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം ഡിവോഴ്സിലേക്ക് എത്തുന്നത്. പക്ഷെ അങ്ങനെ അല്ലാത്ത സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു സപ്പോർട്ട് ലോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ലോ പ്രൊവൈഡ് ചെയ്യുന്നത് കൗൺസിലിങ്ങിൻ്റെ മാറ്റേഴ്സിലല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ നിയമം പറയുന്നത് പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരാൾക്ക് ജസ്റ്റിസ് കിട്ടാതാവരുത്. വിച്ച് ഇസ് വൈ നമുക്ക് കോടതികൾ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്ത ലീഗൽ എയ്ഡ് സിസ്റ്റം ഉണ്ട്. ലീഗൽ എയ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഫീസ് കൊടുക്കണ്ട. വക്കീലന്മാർ നമ്മുടെ കേസ് ചെയ്യുന്നതിന് ഫീസ് കൊടുക്കണ്ട. അവിടെ പോയി നമ്മുടെ പേരും കാര്യങ്ങളും രജിസ്റ്റർ ചെയ്താൽ മതി. ദേ വിൽ ഡു യുവർ കേസ് ഫ്രീ ഓഫ് കോസ്റ്റ്. കാര്യം അങ്ങനൊരു സാഹചര്യം കൊണ്ട് പോലും ഒരാൾക്കും ജസ്റ്റിസ് കിട്ടാതാവരുതെന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. അപ്പോൾ അങ്ങനൊരു സപ്പോർട്ട് നിയമം കൊടുക്കുന്നുണ്ട്. ലോ ഇസ് പ്രൊവൈഡിങ് ദറ്റ് സപ്പോർട്ട്. പക്ഷേ കൗൺസിലിങ്ങിനും കാര്യങ്ങൾക്കൊന്നും അങ്ങനെ ഒന്നും കൊടുത്തതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ പിന്നെ എപ്പോഴാണ് ഈ കൗൺസിലിംഗ് ഒക്കെ വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ യു ഫയൽ ആൻ ആപ്ലിക്കേഷൻ ഫോർ ഡിവോഴ്സ്. അത് കഴിയുമ്പോൾ ഈ മാൻഡേറ്ററി പ്രൊസീജിയറിൽ കൂടെ നിങ്ങൾക്ക് കടന്നു പോയാലേ പറ്റത്തുള്ളൂ. അത് ബൈപ്പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനൊരു ഇത് അതും ഫ്രീ ഓഫ് കോസ്റ്റ്. അതിന് വലിയ ചാർജൊന്നുമില്ല. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ചെയ്താലേ പറ്റത്തുള്ളൂ. ഈവൻ നൗ ആൾക്കാരിപ്പോൾ പലയിടത്തും NRIകളൊക്കെ ഉണ്ടാവുമല്ലോ, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും വീഡിയോ കോൺഫറൻസിൽ കൂടെ ഓൺലൈൻ കൗൺസിലിങ്ങും ഓൺലൈൻ മീഡിയേഷനും ഓൺലൈൻ കോർട്ട് അപ്പിയറൻസ് വരെ കോടതി പെർമിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർ വീഡിയോ കോളിൽ വന്നാൽ മതി. അപ്പോൾ അത്രയും ഫ്ലെക്സിബിൾ ആയിക്കഴിഞ്ഞു. കാരണം ഒരു കാരണം കൊണ്ട് പോലും ആൾക്കാർക്ക് കേസ് നടത്താൻ പറ്റാതാവരുത്, ജസ്റ്റിസ് ഡിനൈഡ് ആവരുത് എന്നുള്ളൊരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനൊരു ഫ്ലെക്സിബിലിറ്റി കോടതി ഇപ്പോൾ കൊടുക്കുന്നത്. മുന്നേയുള്ള വർഷങ്ങളെക്കാളിലും കേസുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണോ? ആണ്. അതെന്താണ്? ആൾക്കാരുടെ ഒരു ടോളറൻസ് ലെവൽ കുറഞ്ഞതുകൊണ്ടാണോ? വേറൊരാളെയും കൂടെ നമ്മുടെ സ്പേസിൽ അക്കോമഡേറ്റ് ചെയ്യാൻ ഇപ്പോൾ ആളുകൾക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അതോ വളരെ ജെന്യൂനായ ആക്ച്വലി ട്രൈ ചെയ്തിട്ടും നടക്കാതിരിക്കുന്നത് കൊണ്ട് ഡിവോഴ്സിലേക്ക് പോകുന്നതാണോ? എങ്ങനെയാണ് അതിനെ ഒബ്സർവ് ചെയ്യുന്നത്? ഇപ്പം ചില കേസുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവർ തമ്മിൽ അങ്ങനെ വലിയ ഇഷ്യൂസ് ഇല്ലയെന്ന് നമുക്ക് തന്നെ തോന്നും. അവരൊന്ന് ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പ്രൊവൈഡഡ് നമ്മളൊരു ഇനി ഈ ഉണ്ടായ പ്രശ്നങ്ങളൊന്നും റിപ്പീറ്റ് ചെയ്യില്ല എന്നൊരു തോട്ട് പ്രോസസ്സ് ഈ രണ്ട് പേർക്കും സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ വില്ലിങ് ആവുന്നില്ല എന്നുള്ളതാണോ? അതെ, സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ വില്ലിങ് ആവുന്നവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. വില്ലിങ് ആവാത്തവരുടെ കേസാണ് ഇപ്പോൾ പറയുന്നത്. പെറ്റി ഇഷ്യൂസ് ആയിരിക്കും. അവർ തമ്മിലൊന്ന് ഇരുന്ന് സംസാരിച്ചാൽ ഇല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോയാൽ ഒരുപക്ഷെ തീരാവുന്ന മാറ്റേഴ്സാണ്. പക്ഷേ ചില കേസുകൾ നമ്മൾ കേൾക്കും, കൗൺസിലിങ്ങിനൊക്കെ പോകും, എല്ലാ കാര്യങ്ങളും തലകുലുക്കി കേൾക്കും, എല്ലാം അഡ്മിറ്റ് ചെയ്യും, പക്ഷെ വീണ്ടും ദ സെയിം റുട്ടീൻ റിപ്പീറ്റ്സ്. എല്ലാം പറഞ്ഞ് നമ്മളെല്ലാം ഒരു കരയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ടാവും, അത് കഴിഞ്ഞ് വീണ്ടും ദ സെയിം ഓൾഡ് റുട്ടീൻ വിൽ റിപ്പീറ്റ്. അപ്പോഴത്തേക്ക് ഇത് ഈ എടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ട്ണർ ഉണ്ടല്ലോ, ദറ്റ് സ്പൗസ് ഹൂസ് ടേക്കിംഗ് ഓൾ ദിസ് ബേർഡൻ, അവരുടെ ഒരു ക്ഷമയങ്ങ് നശിക്കും. അപ്പോഴത്തേക്കും അവരൊരു ഹോപ്പിലായിരിക്കും സെക്കൻഡ് ചാൻസ് കൊടുക്കുക. സെക്കൻഡ് ചാൻസ് കൊടുത്തു, ദാറ്റ് പാറ്റേൺ ഈസ് ബീങ് റിപ്പീറ്റഡ്. അപ്പം പിന്നെ ആർക്കായാലും മടുക്കും, നമുക്കായാലും മടുക്കില്ലേ? ആസ് ആൻ അഡ്വക്കേറ്റ് ഇത്രയും കൂടുതൽ മാട്രിമോണിയൽ ഡിവോഴ്സ് കേസുകളെല്ലാം ഹാൻഡിൽ ചെയ്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് വാട്ട് ഈസ് യുവർ കോൺസെപ്റ്റ് അബൌട്ട് മാരേജ്? ഹൗ ഡു യു തിങ്ക് സമ്മൺ ഷുഡ് ബി പ്രിപ്പയർഡ്
അല്ലെങ്കിൽ എന്താണ് ലൈക്ക് വെദർ കല്യാണം കഴിക്കണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുക, എങ്ങനെയാണ് അതിനെ കാണുന്നത്? മാരേജ് ഇസ് എ ലോട്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഐ വിൽ നോട്ട് യൂസ് ദ വേർഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. പണ്ട് എല്ലാവരും അഡ്ജസ്റ്റ്മെൻ്റ് എന്നാണ് പറയുക. ഇപ്പം ഞാനത് പറയില്ല. പണ്ട് ഞാനും അഡ്ജസ്റ്റ്മെൻ്റ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, പക്ഷേ അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉന്തിത്തള്ളി ജീവിക്കേണ്ട ഒരു 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 ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല മാരേജ് എന്ന് പറയുന്നത്. ആ രണ്ട് പാർട്ട്നേഴ്സും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നാട്ടുകാരെ കാണിക്കാൻ നമുക്ക് ഒരു കൂരക്കടിയിൽ ഒരു റൂഫിനടിയിൽ താമസിക്കാം. ഓക്കെ, അൾട്ടിമേറ്റ്ലി യു ആർ നോട്ട് ഗെയിനിങ് എനിത്തിങ് ഔട്ട് ഓഫ് ദറ്റ് മാരേജ്. നമ്മൾ ഒരാളുടെ കൂടെ മാരിറ്റൽ റിലേഷൻഷിപ്പ് ജീവിക്കുമ്പോൾ ഇൻഡിവിജ്വലി ആൻഡ് ജോയിൻ്റ്ലി രണ്ട് പേർക്കും എന്തെങ്കിലും ഒരു ഗെയിൻ ഉണ്ടാവണ്ടേ? ഇമോഷണലി ആവാം, ഫൈനാൻഷ്യലി എന്ന് ഞാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയില്ല. കാര്യം ബോത്ത് ഓഫ് ദം ആർ ഏർണിങ്, മെജോറിറ്റി വിമൺ ആർ വർക്കിംഗ്. അപ്പം ഫിനാൻഷ്യലി ഇപ്പോൾ പണ്ടത്തെ പോലെ ഇപ്പോൾ അതത്ര സ്ട്രെസ് ചെയ്ത് പറയേണ്ട കാര്യമില്ല. മെയിനായിട്ട് ആൾക്കാർക്ക് വേണ്ടത് ഒരു ഇമോഷണൽ സപ്പോർട്ടാണ്, മെൻ്റൽ സപ്പോർട്ടാണ്. ഇപ്പോൾ സ്ത്രീകൾ ഫിസിക്കലി ആണുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യാൻ കേപ്പബിളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ട ഈ രണ്ട് കാര്യങ്ങളാണ്, ഇമോഷണൽ ആൻഡ് മെൻ്റൽ സപ്പോർട്ട്. അത് നമുക്ക് തന്നെത്താനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, വേറൊരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്. അങ്ങനെ കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണ്ടെന്നേ ഞാനും പറയുള്ളൂ. ഇഫ് യു ഹാവ് ദറ്റ് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് യു ഓൾ, ഇറ്റ്സ് എ ഗുഡ് ടു ഗോ ലൈഫ്. ആ അണ്ടർസ്റ്റാൻഡിങ് എവിടെയെങ്കിലും വെച്ച് മുറിഞ്ഞു പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉന്തിത്തള്ളി കൊണ്ടുപോയിട്ട് എന്താ പ്രയോജനം? എൻ്റെ ഒരു കോൺസെപ്റ്റിൽ അങ്ങനെ ഉന്തിത്തള്ളി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇഫ് യു ആർ നോട്ട് കോമ്പാറ്റബിൾ ഇൻ, ഇറ്റ് ക്യാൻ ബി എനി ഇഷ്യൂസ്. ഈഗോ ആവാം, നമ്മൾ തിങ്കിങ് സെയിം അലൈൻമെൻറ്റ് ഒരേ ഇതിലല്ല എന്നാവാം, ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ സെക്ഷൽ ഇൻകോമ്പാറ്റബിലിറ്റി ആവാം, എന്തും ആവാം. ഹിയർ ഓർ ദെയർ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസ് ആണെങ്കിൽ സോൾവ് ചെയ്യുക. അതർവൈസ് ഒരു തരത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ബ്രേക്ക് ഓഫ്. അപ്പോഴും ബ്രേക്ക് ഓഫ് ക്യാൻ ബി ഇൻ മൾട്ടിപ്പിൾ വേസ്. ഞാൻ നേരത്തെ പറഞ്ഞ ലിറ്റിഗേഷനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ചെളിവാരി എറിയുകയാണ്. ഇതൊക്കെ റെക്കോർഡാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ അങ്ങോട്ട് പറയുന്നത് ഇങ്ങോട്ട് പറയുന്നത് എല്ലാം റെക്കോർഡാവും. അല്ല, ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലുള്ള കപ്പിൾസ് ആണെങ്കിൽ ജോയിൻ്റ് ആയിട്ട് കൈ കൊടുത്ത് പിരിയുക. ഏറ്റവും കൂടുതൽ സംതൃപ്തി തോന്നിയ ഒരു കേസ് ഏതായിരുന്നു, അല്ലെങ്കിൽ ഒരു മൊമെൻ്റ് എന്തായിരുന്നു? എനിക്ക് പേഴ്സണലി സംതൃപ്തി തോന്നുന്നത് ഈ കുട്ടികളെ ഫാദേഴ്സിന് കിട്ടുമ്പോഴാണ്. അല്ലെങ്കിൽ ഫാദേഴ്സിനെ ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഫാദേഴ്സിൻ്റെ കേസ് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷേ ഈ നോൺ കസ്റ്റോഡിയൽ പേരൻ്റ് ഉണ്ട്, ആ പേരൻറ്റിന് കിട്ടാതിരുന്ന ആ കുട്ടികളെ കിട്ടുമ്പോൾ അവരുടെ കണ്ണിൽ കാണാൻ നമുക്ക് ആ സന്തോഷം. അവർ പിന്നെ അങ്ങ് 9th ക്ലൗഡിലാണ്. പിന്നെ അവർക്ക് വേറെ ഒന്നും വേണ്ട. അവർക്ക് പിന്നെ വെള്ളവും വേണ്ട, ഫുഡും വേണ്ട, വേറൊന്നും വേണ്ട. അവർക്ക് ആ കിട്ടാതിരുന്ന ആ കുട്ടികളെ കിട്ടുമ്പോൾ ഇറ്റ്സ് ലൈക്ക് അത് പറഞ്ഞു തരാൻ പറ്റാത്തൊരു ലെവൽ ഓഫ് സന്തോഷമാണ് അവർക്ക്. അത് കാണുമ്പോഴാണ് എനിക്ക് ഞാൻ ആ ചെയ്ത ജോലി കംപ്ലീറ്റ് ആയി എന്നൊരു 100% സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടുന്നത് അവിടെയാണ്. പിള്ളേരെ കിട്ടുമ്പോൾ കാണുന്ന ഒരു സന്തോഷം ഭയങ്കരമാണ്. അത് ഒരു രീതിയിലും. പക്ഷെ അറ്റ് ദ സെയിം ടൈം പിള്ളേരെ ഏതെങ്കിലും ഒരു പാരൻറ്റ് ടോട്ടലി വേണ്ടാന്ന് പറഞ്ഞു പോകുന്ന കേസുകളും ഉണ്ട്. ആൻഡ് ഇറ്റ് വിൽ ബി വെരി ഷോക്കിംഗ് ടു ഹിയർ അമ്മമാർ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകുന്ന കേസുകൾ. അതെല്ലാം നമ്മുടെ ഈ സൊസൈറ്റിയുടെ ഇഷ്യൂ ആണെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം നമ്മളിപ്പോൾ US പോയി കഴിഞ്ഞാൽ അമ്മമാരെ അബാൻഡൻ ചെയ്യുന്നത് ഇസ് നോട്ട് ഈവൻ എൻ ഇഷ്യൂ. ഓക്കെ, അതൊന്നും, കാരണം അവിടെ ആരും ഇമോഷണലി കാണുന്നവരല്ല. നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സിൽ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കഴിഞ്ഞാൽ വേറെന്തേ ഉള്ളൂ, മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. അമ്മ കഴിഞ്ഞിട്ടേ അപ്പൻ പോലും ഉള്ളൂ. അങ്ങനൊരു സൊസൈറ്റിയിൽ നമ്മളെ അങ്ങനെ പഠിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അമ്മമാർ പിള്ളേരെ അബാൻഡൻ ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഷോക്കിംഗ് ടു ആക്ച്വലി ഈവൻ ലിസൺ ടു ദാറ്റ്. അമ്മമാർക്ക് വേണ്ടാന്ന് പറയുമ്പോൾ എസ്പെഷ്യലി എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു. ഒരു ഓട്ടിസം ഉള്ളൊരു കുട്ടിയാണ്. പേരൻസ് രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അമ്മയ്ക്ക് മോളെ വേണ്ട. ഷി വോണ്ടഡ് ടു റീമാരി. ഷി ജസ്റ്റ് വോണ്ടഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ലീഗൽ ടൈം. അപ്പനാണ് കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഈ ഓട്ടിസം ഉള്ളൊരു പെങ്കൊച്ച്. അപ്പോൾ നമുക്കത് എന്തിനാണ് അമ്മമാർ വേണ്ടാന്ന് വെക്കുന്നത്? അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, എവ്രി വുമൺ ഇസ് നോട്ട് വിർജിൻ മേരി ഓർ സീതാദേവി. ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട്. മക്കളെ അതുപോലെ പൊന്നുപോലെ നോക്കുന്ന അമ്മമാരും ഉണ്ട്. അതും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ നോക്കുന്ന അമ്മമാരും ഉണ്ട്. മക്കൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും വേണ്ടാന്ന് വെച്ച് മക്കളെ ശരണം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന അമ്മമാരും ഉണ്ട്. ഇപ്പോൾ നല്ല പ്രായത്തിൽ ഡിവോഴ്സ് ആവുന്ന പെണ്ണുങ്ങളാണെങ്കിൽ അവർക്ക് വേറെ കല്യാണം കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ? വേണ്ടി ജീവിക്കും. അവർ മക്കൾക്ക് വേണ്ടി, കൂടുതലും നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. മക്കൾക്ക് വേണ്ടിയിട്ട്
അമ്മമാർ വേറെ കല്യാണം കഴിക്കാതിരിക്കും. എന്നാൽ അപ്പന്മാർ പിള്ളേർ നാച്ചുറലി അമ്മമാരോട് ആയതുകൊണ്ടായിരിക്കാം അപ്പന്മാർ ഡിവോഴ്സ് വേറെ കിട്ടിയാൽ വിത്തിൻ ദ കല്യാണം നെക്സ്റ്റ് കഴിക്കുക. 6 months they'll get married. നമ്മളെല്ലാ സമയത്തും പറയും സൈൻ ചെയ്യുന്നതിൻ്റെ ഒരുപാട് മുന്നേ ഡിവോഴ്സ് ശരിക്കും രണ്ടാൾക്കാർ തമ്മിൽ നടന്നിട്ടുണ്ടാവുന്ന എത്രയോ മുന്നേ. അപ്പോൾ അങ്ങനെ അതായത് ഒട്ടും പൊരുത്തപ്പെടാൻ സാധിക്കാതെ ഒരു വിവാഹത്തിൽ തുടരുന്ന ആൾക്കാരുണ്ടാവാം. ലീഗലിയൊക്കെ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണെന്നോ അല്ലെങ്കിൽ ആൾക്കാരറിഞ്ഞാൽ എന്ത് വിചാരിക്കുമെന്നോ അല്ലെങ്കിൽ മക്കൾ അതിനനുഭവിക്കേണ്ടി വരുമെന്നോ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് എന്താണ് സോനത്തിന് പറയാനുള്ളത്? ലൈക്ക് ഹൂ സ്ട്രഗ്ലിംഗ് ഇൻ എ മാരേജ്. ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ ഇത് കോടതിയിലേക്ക് വരുമ്പോഴാണ് ഈ ഡിവോഴ്സ് എന്നുള്ള ലീഗൽ ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടെ ഫാൻസി ആയിട്ട് പറയാനാണെങ്കിൽ ഈ ഒരേ റൂഫിനടിയിൽ താമസിക്കുമ്പോൾ തന്നെ ഇവർ ഇഫ് ദേ ആർ ലിവിങ് ലൈക്ക് 2 strangers, സൈലൻറ്റ് ഡിവോഴ്സ് അവിടെ ഓൾറെഡി കഴിഞ്ഞു. എത്ര പേര് ആ ടേം കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ സൈലൻറ്റ് ഡിവോഴ്സ് അവർ തമ്മിൽ ഓൾറെഡി കഴിഞ്ഞു. ഇല്ലെങ്കിൽ സൈലന്റ് ഡിവോഴ്സ്, സ്ലീപ്പിംഗ് ഡിവോഴ്സ് ഒക്കെ. അതെ. പിന്നെ ഇമോഷണൽ ഡിസ്കണക്ഷൻ വന്നാലും ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. ഇമോഷണലി അവർ ഡിസ്കണക്റ്റഡ് ആയോ ഫോർ ക്വൈറ്റ് സം ടൈം, അവർ തമ്മിലുള്ള സൈലൻറ്റ് ഡിവോഴ്സ് അവിടെ കഴിഞ്ഞു. ഇനി ആ ഫോർമാലിറ്റീസിലേക്ക് പോയാൽ മതി. ദാറ്റ് ഈസ് ദി ഓൺലി തിങ് ദാറ്റ് ഇസ് പെൻഡിങ്. സൈലൻറ്റ് ഡിവോഴ്സ് കഴിയുമ്പോൾ തന്നെ എന്ത് കാര്യം വന്നാലും നമുക്ക് ആ ഓപ്പോസിറ്റ് സ്പൗസിനോടൊരു ദേഷ്യമായിരിക്കും മൊത്തത്തിൽ. ചെറിയ നെഗ്ലിജിബിൾ കാര്യമാവാം, അത് നമുക്ക് ചിരിച്ച് തള്ളാമെന്ന ഒരു കാര്യമാവാം. പക്ഷേ ഇതെല്ലാം കൂടി മനസ്സിൽ കിടക്കുമ്പോൾ ഒരു തീപ്പൊരി സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ അവരങ്ങ് ആളിക്കത്തും. അങ്ങനെയാണ് ഈ കേസുകൾ ഭയങ്കര വയലൻ്റായി മാറുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അത്രയുമൊക്കെ വലിച്ചു നീട്ടി ഇതങ്ങ് വഷളാക്കുന്നതിന് മുന്നേ ഈ ഇമോഷണൽ ഡിസ്കണക്ഷൻ വന്നു രണ്ടു പേർക്കും തോന്നുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു പാർട്ട് വേസ്. എന്തിനാണ് അങ്ങനെ ഒരു റൂഫിൻ്റെ അടിയിൽ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ കൂടെ നല്ല ഡീസൻ്റായിട്ട് ജീവിക്കുകയെന്ന് വീട്ടിലോട്ട് ചെല്ലുമ്പോഴേ അറിയുള്ളൂ എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ. നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കാണാറില്ലേ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഒരു ഗസ്റ്റ് വന്നു, അവർ ഭയങ്കര ഡീസൻ്റായിട്ട് നിൽക്കുക. ഗസ്റ്റ് എന്തെങ്കിലും വീട്ടിൽ മറന്നു വെച്ചിട്ട് അവരതങ്ങ് പോയി. 2 മിനിറ്റിനകത്ത് അവർ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെ അടിയുടെ കെങ്കേമം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ മറന്നു വെച്ച സാധനം എടുക്കാൻ വരുമ്പോഴാണ് പുറത്തുനിന്ന് ഒരാളത് കാണുന്നത് അല്ലെങ്കിൽ അറിയുന്നത്, ആ പ്രശ്നങ്ങൾ കേൾക്കുന്നത്. അത് നമ്മൾ പുറമേ നോക്കുന്ന പോലൊന്നും അല്ല പല വീടുകളിലെയും കാര്യം. നമ്മളിപ്പോൾ റീൽസിലൊക്കെ കാണും ഹസ്ബൻഡും വൈഫും ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കുക. യു ഗോ ബാക്ക് ടു ദെയർ ഹോം ആൻഡ് സീ അങ്ങനെയൊന്നും ആയിരിക്കില്ല. കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ആയ ആയിരിക്കാം. മനുഷ്യരായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയും സമയം ഞങ്ങളെടുത്ത് സംസാരിച്ചതിനെ കുറിച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ടേക്ക് അവേ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാ ബന്ധങ്ങളും പ്രിസർവ് ചെയ്യാൻ തന്നെയാണ്. നമ്മുടെ ലൈഫിലൊരു അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ബന്ധങ്ങളാണ്. എല്ലാ ബന്ധങ്ങളും ഹൈ മെയിൻ്റനൻസ് ഫീലുള്ള സാധനമാണ്. എല്ലാ ബന്ധങ്ങളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. അത് എല്ലാം ഹൈ മെയിൻ്റനൻസ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ വലിയ മെയിൻ്റനൻസ് നമ്മളെപ്പോഴും കൊടുക്കേണ്ടി വരുന്നത് നമ്മുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലുമാണ്. പക്ഷേ നിങ്ങളുടെ ഒരു പീസ് ഓഫ് മൈൻഡിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീടിനകത്ത് ഒരു സ്വർഗം ഉണ്ടാവുന്നതിന് പകരം നിങ്ങളൊരു നരകമാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നിയമപരമായി തന്നെ വളരെ ഹെൽത്തി ആയിട്ട് ഡിവോഴ്സ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ ഇത്രയും കോൺവെർസേഷനകത്തുനിന്ന് മനസ്സിലായത്. കുട്ടികൾക്കും നിങ്ങൾക്കും ഉള്ള ട്രോമ എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിവാഹങ്ങൾ തുടർന്നുകൊണ്ട് പോകട്ടെ, മനോഹരമായ ബന്ധങ്ങളെല്ലാം തുടർന്നുകൊണ്ട് പോകട്ടെ എന്നാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.